ഹലോ മക്കളെ, നമ്മൾ ഇന്ന് രാഷ്ട്രപതിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. എല്ലാ PSC എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് രാഷ്ട്രപതി എന്നുള്ളത്. LP UP ആണെന്നുണ്ടെങ്കിലും LDC ആണെങ്കിലും LGSനാണെങ്കിലും ഒക്കെ തന്നെ രാഷ്ട്രപതി എന്നുള്ളൊരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രപതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആർട്ടിക്കിൾസ് ആണ്. ഭരണഘടനയിൽ നമ്മുടെ രാഷ്ട്രപതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 52 മുതൽ 62 വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 15 രാഷ്ട്രപതിമാർ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഈ രാഷ്ട്രപതിമാരെല്ലാം ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു വെക്കുക എന്നുള്ളതും അല്ലെ, ഓരോ കാലഘട്ടത്തിൽ ഏത് രാഷ്ട്രപതിയാണെന്ന് പഠിച്ചു വെക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് കോഡിലൂടെ പഠിക്കാൻ സാധിക്കും. കോഡ് ക്ലാസ്സുകളാണ് എല്ലാവർക്കും വേണ്ടത്. നമ്മൾ സാധാരണ ക്ലാസ്സിൽ എപ്പോഴും കോഡ് പറയുക, ക്ലാസ് എടുക്കുന്നതിനിടയിലാണ് കോഡ് പറഞ്ഞു പോകാറുള്ളൂ. മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ കോഡ് പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ എല്ലാവരും കൂടുതലും കോഡ് ക്ലാസ്സുകളാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ നമ്മൾ അങ്ങോട്ട് കോഡ് പറയാണ്. കോഡ് പറഞ്ഞതിന് ശേഷമേ നമ്മൾ ഇനി ബാക്കി ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ രാഷ്ട്രപതിയെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് അങ്ങോട്ട് കോഡിലൂടെ പഠിക്കാം അല്ലെ. അപ്പൊ ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു 52 മുതൽ 62 വരെയാണ് രാഷ്ട്രപതിയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 52 മുതൽ 62 വരെയാണ്. ഇനി രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് അല്ലെ. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രഥമ പൗരൻ, ഇന്ത്യനെ എല്ലായിടത്തും റെപ്രസെന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഏതൊരു കരാറിലാണെങ്കിലും രാഷ്ട്രപതിയുടെ പേരിലാണ് നമ്മൾ ഒപ്പുവെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഥമ പൗരനായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ. ഏറ്റവും യോഗ്യനായ വ്യക്തിയായിരിക്കും നമ്മുടെ രാഷ്ട്രപതിയാക്കുന്നത്. അപ്പൊ നമ്മൾ ആ യോഗ്യത എന്നതിൽ നിന്ന് തന്നെയാണ് കോഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾസ് പഠിക്കാൻ വേണ്ടിയിട്ട് യോഗ്യത എന്നതിൽ നിന്നാണ് കോഡ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് കോഡ് മാത്രമാണ്, അല്ലാതെ ഇതിന് മറ്റൊരു കണക്ഷൻസും ഇല്ല. ഞാൻ കോഡിന് വേണ്ടി ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ. അപ്പൊ കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, രാത്രി കാലത്ത് യോഗ്യരായിട്ടുള്ളവരൊന്നും തന്നെ സത്യത്തിൽ പുറത്തിറങ്ങി നടക്കാറില്ല എന്നുള്ളതാണ് കോഡ്. അങ്ങനെയൊന്നും അല്ല എങ്കിലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിചാരിക്കാം അല്ലെ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പണ്ട് കാലത്ത് പറയും 6 മണിയായി കഴിഞ്ഞാൽ വീട്ടിൽ കയറണം എന്നല്ലേ. 6 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നടക്കുന്നവരൊന്നും നല്ലവരല്ല എന്നാണ് മുമ്പത്തെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ തൽക്കാലം കുറച്ച് പഴഞ്ചാടിയാവാം, കുറച്ച് എന്താണ് പഴയ ആളുകളായി മാറാം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? രാത്രി കാലത്ത് യോഗ്യരായിട്ടുള്ളവരൊന്നും തന്നെ സത്യത്തിൽ പുറത്തിറങ്ങി നടക്കാറില്ല. ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ ഇതിൽ കൂടെ തന്നെ മൊത്തം എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറയുന്നത് 52 മുതൽ 62 വരെ പറയുമ്പോൾ 2 വീതം കൂട്ടിക്കൊണ്ടാണ് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 52 എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി എടുത്തൂല, രാത്രിയിലെ രാ എടുക്കുക. രാ എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രപതി തന്നെ. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 52 ആണ്. ഇന്ത്യയിൽ ഒരു രാഷ്ട്രപതി വേണം, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം, അല്ലെങ്കിൽ രാഷ്ട്രപതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 52 ആണ്. ഇനി 52 കൂടെ 2 കൂടി കൂട്ടാം, 54 കിട്ടും അല്ലെ. ഇനി ആർട്ടിക്കിൾ 54 എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ രാത്രി അല്ലെ, രാത്രി തീയാണ് അല്ലെ വരുന്നത്. തീ എന്നുള്ള തീ എടുക്കാം. അതായത് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് തീ ഫോർ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 54 പറഞ്ഞിട്ടുള്ളത്. ഇനി 2 കൂടി കൂട്ടാം, 56 രാത്രി കാലത്ത് അല്ലെ, രാത്രി കാലത്താണ്. അപ്പൊ തന്നെ കാലത്ത് എന്ന് പറയുമ്പോൾ കാലാവധി. അപ്പൊ ആർട്ടിക്കിൾ 56 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 56 പറഞ്ഞിട്ടുള്ളത്. ഇനി 2 കൂടി കൂട്ടാം, 2 കൂടി കൂട്ടുമ്പോൾ 58 എന്താണ്? രാത്രി കാലത്ത് യോഗ്യരായിട്ടുള്ളവർ അല്ലെ. യോഗ്യരായിട്ടുള്ളവർ എന്ന് പറയുമ്പോൾ യോഗ്യത, അതായത് രാഷ്ട്രപതിയുടെ യോഗ്യത, പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 58 എന്ന് പറയുന്നത്. യോഗ്യരായിട്ടുള്ളവരൊന്നും തന്നെ സത്യത്തിൽ പുറത്തിറങ്ങി നടക്കാറില്ല അല്ലെ. അപ്പൊ സത്യത്തിൽ എന്നതിൽ നിന്നും സത്യപ്രതിജ്ഞ 58 കൂടെ 2 കൂടി കൂട്ടുമ്പോൾ 60. ആർട്ടിക്കിൾ 60 പറയുന്നത് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ, ഓത്ത്, സത്യപ്രതിജ്ഞയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 61 പറയുന്നത്. ഇനി ലാസ്റ്റ് ആർട്ടിക്കിൾ 62 ആണല്ലേ. നമ്മൾ ലാസ്റ്റിലേക്ക് പോകുന്നില്ല, അതിനു മുമ്പ് 61 പറയുന്നത്. ആർട്ടിക്കിൾ 61 പറയുന്നത് എന്താണ്? സത്യത്തിൽ പുറത്തിറങ്ങി നടക്കാറില്ല അല്ലെ. അപ്പൊ പുറത്താക്കലിനെ, രാഷ്ട്രപതിനെ പുറത്താക്കുന്നത്
എന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61 പറയുന്നത്. കിട്ടിയോ? നിങ്ങൾ ഒന്നും കൂടി ഓർത്തു നോക്കിയാൽ, രാത്രി കാലത്ത് യോഗ്യരായിട്ടുള്ളവർ സത്യത്തിൽ പുറത്തിറങ്ങി നടക്കാറില്ല. രാത്രി കാലത്ത് യോഗ്യരായിട്ടുള്ളവർ സത്യത്തിൽ പുറത്തിറങ്ങി നടക്കാറില്ല. അപ്പൊ രാത്രിയിലെ എടുക്കുമ്പോൾ രാഷ്ട്രപതി. ആർട്ടിക്കിൾ 52 പറയുന്നത് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 52 ആണ്. 54 ത്രീ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 54 പറഞ്ഞിട്ടുള്ളത്. രണ്ടും കൂടി കൂട്ടാം 56. രാത്രി കാലത്ത് അല്ലെ, കാലത്ത് എന്ന് പറയുമ്പോൾ കാലാവധി, രാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 56 പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടും കൂടി കൂട്ടുമ്പോൾ 58 യോഗ്യരായിട്ടുള്ളവർ. അപ്പൊ യോഗ്യത, രാഷ്ട്രപതിയുടെ യോഗ്യത, ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 58 പറഞ്ഞിട്ടുള്ളത്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 60 സത്യത്തിൽ പുറത്തിറങ്ങാറില്ല അല്ലെ. അപ്പൊ സത്യത്തിൽ എന്നതിൽ നിന്നും സത്യപ്രതിജ്ഞ, ഓത്ത്, രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞനെ കുറിച്ചിട്ട്. ആരുടെ മുന്നിലാണ് രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുക? രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുക ചീഫ് ജസ്റ്റിസിന്റെ അല്ലെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുന്നിലാണ് രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുക. പക്ഷെ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുകയാണെങ്കിൽ ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുക? അത് ഉപരാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുക. അവ രണ്ടും വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുന്നിലാണെങ്കിൽ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരുടെ മുന്നിലാണ്? നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ മുന്നിലാണ്. അപ്പൊ നമ്മൾ സത്യപ്രതിജ്ഞനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആർട്ടിക്കിൾ 60 സത്യപ്രതിജ്ഞനെ കുറിച്ച് പറയുന്നു. ഇനി രണ്ടു കൂട്ടണ്ടാൽ അവസാനമാകുമ്പോൾ ഒന്ന് കൂട്ടിയാൽ മതി. ആർട്ടിക്കിൾ 61 പുറത്താക്കൽ, അതായത് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 61 പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ 52, 54, 56, 58 ഇങ്ങനെ 2 വീതം കൂട്ടി പഠിച്ചാൽ മതിയോ? അതിന്റെ ഇടയിലുള്ളതൊക്കെ പഠിക്കേണ്ടതെന്ന് വിചാരിക്കും അല്ലേ? അതിനിടയിലുള്ളതൊക്കെ പഠിക്കണം. പക്ഷെ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. അതായത് നമ്മൾ ആർട്ടിക്കിൾ 52 എന്ന് പറഞ്ഞു. എന്താണ്? രാഷ്ട്രപതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രപതിക്ക് കുറെ പവറുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ രാഷ്ട്രപതിയുടെ പവറുകൾ, പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് പവർ, ഒരുപാട് പവറുകൾ രാഷ്ട്രപതിക്ക് ഉണ്ട്. ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട് അല്ലെ, നിയമനിർമ്മാണത്തിൽ പവർ ഉണ്ട് ഇല്ലേ. ഒരു ബില്ല് നിയമമായി മാറണമെന്നുണ്ടെങ്കിൽ രാജ്യസഭയും ലോകസഭയും പാസ്സാക്കിയാൽ മാത്രം മതിയോ? ആരും കൂടി ഒപ്പുവെക്കണം. അവിടെ പ്രസിഡന്റും കൂടിയും ഒപ്പുവെക്കണം. അതാണ് നിയമനിർമ്മാണത്തിലുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്ന് പറയുന്നത്, ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊരു കാര്യത്തിലും നമ്മൾ ആരെയാണ്, അതായത് രാഷ്ട്രപതിയുടെ പേരിലാണ് ഏതൊരു കരാറുകളാണെങ്കിലും ഒപ്പുവെക്കുന്നത്. രാഷ്ട്രപതിയാണ് എല്ലായിടത്തും സത്യത്തിൽ ഇന്ത്യനെ പ്രതിനിധീകരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും, എല്ലാ എക്സിക്യൂട്ടീവ് പവറിലുള്ള മെയിൻ ആയിട്ടുള്ള മിക്ക വ്യക്തികളെയും, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ജഡ്ജിമാരാണെന്നുണ്ടെങ്കിലും CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണെന്നുണ്ടെങ്കിലും വിവരാവകാശ കമ്മീഷൻ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് അല്ലെ. അപ്പൊ എക്സിക്യൂട്ടീവ് ഏറ്റവും പ്രധാനപ്പെട്ട, എക്സിക്യൂട്ടീവില് കാര്യനിർവഹണ വിഭാഗത്തിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഭൂരിഭാഗം പേരെയും ആര് തന്നെയാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം, അത് സത്യത്തിൽ അത് മന്ത്രിസഭയാണ് തീരുമാനം എടുക്കുന്നത് എങ്കിലും ആരുടെ പേരിലാണ് ആ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കുന്നത്? രാഷ്ട്രപതിയുടെ പേരിലാണ് അല്ലെ. അപ്പൊ എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്. അതേപോലെ തന്നെ മിലിറ്ററി പവർ ഉണ്ട് ഇല്ലേ. മിലിറ്ററി പവർ ഇല്ലേ, കാരണം എന്താണ്? ഈ എല്ലാത്തിന്റെയും, നമ്മുടെ എല്ലാ സേനകളുടെയും സർവ്വ സൈന്യാധിപൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ സർവ്വ സൈന്യാധിപൻ എന്നാണ് അറിയപ്പെടുന്നത്. കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും നാവികസേനയുടെ എല്ലാത്തിന്റെയും തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. സർവ്വ സൈന്യാധിപൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ മിലിറ്ററി പവർ ഉണ്ട്. ഇനി ഫിനാൻഷ്യൽ പവറും ഉണ്ട് ഇല്ലേ. ഏതൊരു ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിലും, ഇപ്പൊ മണി ബില്ലുകൾ അവതരിപ്പിക്കണം, അതിന് അംഗീകാരം ലഭിക്കണം. ആ മണി നമുക്ക് അല്ലെ, പണം അവിടെ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ ആരുടെ അംഗീകാരം വേണം? രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം. അപ്പൊ അവിടെ എന്ത് പവർ ഉണ്ട്? ഫിനാൻഷ്യൽ പവറും ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ എമർജൻസി പവർ ഉണ്ട് ഇല്ലേ. ദേശീയ അടിയന്തരാവസ്ഥ ആവട്ടെ, സംസ്ഥാന അടിയന്തരാവസ്ഥ, അതായത് പ്രസിഡന്റ് റൂൾ ആവട്ടെ, ഇനി നമ്മുടെ ഫിനാൻഷ്യൽ എമർജൻസി ആവട്ടെ, എന്തും ആരാണ് പ്രഖ്യാപിക്കുന്നത്? അതും രാഷ്ട്രപതിയാണ് പ്രഖ്യാപിക്കുന്നത്. വീറ്റോ പവർ ഉണ്ട് ഇല്ലേ. 3 തരം വീറ്റോ ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇത്തരം ഒരുപാട് അധികാരങ്ങൾ ആർക്കുണ്ട്? രാഷ്ട്രപതിക്ക് ഉണ്ട് അല്ലെ. ഒരുപാട് അധികാരങ്ങൾ രാഷ്ട്രപതിക്ക് ഉണ്ട്. നീതിന്യായ രീതിയിൽ അല്ലെ, നീതിന്യായം നമ്മ പറയും ഇതിൽ കാര്യനിർവഹണത്തിൽ നിന്നും നിയമനിർമ്മാണത്തിൽ നിന്നെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നീതി നിർവഹണം നടപ്പിലാക്കുന്നത് അല്ലെ. അവിടെ നമ്മുടെ കോടതി വ്യവസ്ഥകളെല്ലാം ഇതിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്. പക്ഷെ അവിടെയും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് ഇല്ലേ.
രാഷ്ട്രപതി സുപ്രീം കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ച ഒരാൾക്ക് എന്ത് ശിക്ഷ ഇളവ് നൽകാൻ, നമ്മുടെ വധശിക്ഷയിൽ ഇളവ് നൽകാൻ പാർഡനിങ് പവർ എന്ന് പറയൂലേ, ആ വധശിക്ഷയിൽ ഇളവ് നൽകാൻ ആർക്ക് അധികാരമുണ്ട്? നമ്മുടെ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പൊ നീതിന്യായ വ്യവസ്ഥയിലും ആർക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഏറ്റവും വലിയ അതല്ലേ നമ്മുടെ പ്രഥമ പൗരനാണ്, സർവ്വ സൈന്യാധിപനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പവർ, രാഷ്ട്രപതിനെ കുറിച്ച് 52 പറയുന്നത്. അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് പവറിനെ കുറിച്ചൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 53 അപ്പൊ 52 കഴിഞ്ഞ് 53. ഇനി 54 നമ്മ എന്താണ് പറഞ്ഞത്? തിരഞ്ഞെടുപ്പ് അല്ലെ, രാത്രി എന്നതിൽ നിന്നും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 54 എന്ന് പറഞ്ഞത്. ഇനി ഇതെങ്ങനെ തെരഞ്ഞെടുക്കുന്നത്? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മതി, ഇലക്ട്രൽ കോളേജ് വഴിയാണ് തെരഞ്ഞെടുക്കുന്നതെന്നൊക്കെ അറിയാം. ഈ തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചാണ് പിന്നത്തെ ആർട്ടിക്കിൾ 55 പറയുന്നത്. അപ്പൊ 54 പറയുന്നത് തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ, എലക്ഷനെ കുറിച്ചാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ച്, മാനർ ഓഫ് എലക്ഷൻ, ആ തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ച് പറയുന്നത് തൊട്ടടുത്ത ആർട്ടിക്കിൾ 55 പറയുന്നത്. നമുക്കറിയാം എല്ലായിടത്തു നിന്നുള്ള, അതായത് ലോകസഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും നിയമസഭകളിൽ നിന്നാണെങ്കിലുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അല്ലെ, തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. ആ ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിനെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതേപോലെ തന്നെ MP-മാർക്കും MLA-മാർക്കുള്ള വോട്ടിന്റെ വെയിറ്റേജ് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 55 പറയുന്നത്. ഇനി അടുത്തത് 56 എന്താണ് പറയുന്നത്? കാലാവധി അല്ലെ, രാത്രി കാലങ്ങളിൽ എന്നതിൽ നിന്നും 56 ആർട്ടിക്കിൾ 54 പറയുന്നത് രാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ തൊട്ടടുത്ത് 57 ഈ കാലാവധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായിരിക്കും പറയുന്നത്. എന്താണ് ഈ കാലാവധി കഴിഞ്ഞാല് നമ്മുടെ രാഷ്ട്രപതിക്ക് റീ എലക്ഷന്, അതായത് വീണ്ടും മത്സരിക്കാനുള്ള യോഗ്യതയുണ്ടോ? അതായത് കാലാവധിയെ കുറിച്ച് 56 പറയുന്നു. അപ്പൊ 57 പറയണ ഈ കാലാവധി കഴിഞ്ഞാല് രാഷ്ട്രപതിക്ക് റീ എലക്ഷനുള്ള യോഗ്യതയുണ്ടോ എന്ന് പറയുന്നതാണ് തൊട്ടടുത്ത ആർട്ടിക്കിൾ 57. നമുക്കറിയാം USA ഒരുപാട് തവണ പ്രസിഡന്റ് ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല, നമുക്ക് വീണ്ടും പ്രസിഡന്റ് ഇലക്ഷന് മത്സരിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് വീണ്ടും മത്സരിക്കാൻ, റീ എലക്ഷൻ നിൽക്കാനുള്ള, രണ്ടാമതും വീണ്ടും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 57 എന്ന് പറയുന്നത്. ഇനി 58 എന്താണ് പറഞ്ഞത്? ആ യോഗ്യതയുള്ളവരല്ലേ, യോഗ്യത, നമ്മുടെ രാഷ്ട്രപതിയുടെ യോഗ്യതയെ കുറിച്ചിട്ടാണ് 58 പറയുന്നത് എങ്കിൽ 59 പറയുന്നത് പ്രസിഡന്റിന്റെ ഓഫീസിന്റെ യോഗ്യത, അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫീസിന്റെ യോഗ്യത എന്ന് പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടും പ്രസിഡന്റിന്റെ ഓഫീസിന്റെ യോഗ്യത, പിന്നെ പ്രസിഡന്റിന്റെ ഓഫീസിന്റെ യോഗ്യത എന്ന് പഠിക്കുക. അതായത് പ്രസിഡന്റിന്റെ ഓഫീസിന്റെ കണ്ടീഷൻസും കുറെ വ്യവസ്ഥകളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചോദിക്കാറ്. പ്രസിഡന്റിന്റെ ഓഫീസിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫീസിന്റെ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പൊ 58 പ്രസിഡന്റിന്റെ യോഗ്യതയാണെങ്കിൽ 59 പ്രസിഡന്റിന്റെ ഓഫീസിന്റെ യോഗ്യത ആണെന്ന് പഠിച്ചു വെക്കുക. അപ്പൊ 59 എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ ഓഫീസിന്റെ യോഗ്യത അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫീസിന്റെ വ്യവസ്ഥകൾ, കണ്ടീഷൻസിനെ കുറിച്ചാണ് 59 പറയുന്നത്. ഇനി 60 എന്താണ്? ഓത്തിലെ സത്യപ്രതിജ്ഞ, സത്യത്തിൽ പുറത്തിറങ്ങാറില്ല എന്നതിൽ നിന്നും സത്യപ്രതിജ്ഞനെ കുറിച്ചിട്ടാണ് 60 പറയുന്നത്. ഇനി 61 പറഞ്ഞ് നമ്മ പറഞ്ഞു ഇതിനെ കുറിച്ചിട്ട്, പുറത്താക്കൽ, ഇംപീച്ച്മെന്റിനെ കുറിച്ച്, സത്യത്തിൽ പുറത്തിറങ്ങാറില്ല എന്നതിൽ നിന്നും 61 പുറത്താക്കലിനെ കുറിച്ചിട്ട്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 62 എന്തായിരിക്കും പറയുന്നത്? ഇങ്ങനെ പുറത്താക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കാം. പുറത്താക്കൽ നമ്മൾ 61 പറഞ്ഞു. അപ്പൊ 62 പറയുന്നത് ഇങ്ങനെ പ്രസിഡന്റിനെ പുറത്താക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ പ്രസിഡന്റിന്റെ അവിടെ സീറ്റ് വേക്കന്റ് ആവും അല്ലെ. അവിടെ അങ്ങനെ ഒരു പൊസിഷൻ ഒരിക്കലും വേക്കന്റ് ആയി കിടക്കാൻ പാടില്ല. ഒരു കാരണവശാലും പ്രസിഡന്റ് എന്ന ഒരു ആളുടെ പൊസിഷൻ അവിടെ ഒഴിവിൽ കിടക്കാൻ പാടില്ല. അവിടെ എപ്പോഴും ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ പ്രസിഡന്റ് ചിലപ്പോൾ രാജിവെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇംപീച്ച്മെന്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മരണം സംഭവിക്കാം. ഏത് കാരണം കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും പ്രസിഡന്റിന്റെ ആ പദവി ഒഴിഞ്ഞു പോകാം അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കണം? നമ്മൾ ഉടൻ തന്നെ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് പകരം ഉപരാഷ്ട്രപതിനെയാണ് ആക്ടിംഗ് പ്രസിഡന്റ് ആക്കുക. ഇനി ഉപരാഷ്ട്രപതി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പിടിച്ചിട്ട് രാഷ്ട്രപതിയാക്കും. മനസ്സിലായോ? അത് ആക്ടിംഗ് പ്രസിഡന്റ് എന്നാ പറയാ. മനസ്സിലായോ? അപ്പൊ രാഷ്ട്രപതി പെട്ടെന്ന് മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മ തൊട്ടടുത്ത് തന്നെ ഉപരാഷ്ട്രപതിനെ ആക്ടിംഗ് പ്രസിഡന്റ് ആക്കി മാറ്റും. അല്ല ഇനി ഉപരാഷ്ട്രപതി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പിടിച്ചിട്ട്
ആക്ടിംഗ് പ്രസിഡന്റ് ആക്കി മാറ്റും. ഇനി ഈ ആക്ടിംഗ് പ്രസിഡന്റിന് കാലാവധി കഴിയുന്നത് വരെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? 6 മാസത്തിനുള്ളിൽ തന്നെ പുതിയൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം. അപ്പൊ 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു ഒഴിവ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ തന്നെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം. ഇനി ഇങ്ങനെ ഒഴിവല്ല, നമ്മൾ സാധാരണ കാലാവധി പൂർത്തിയാക്കുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ 5 വർഷം തികഞ്ഞു, ഇപ്പൊ കാലാവധി പൂർത്തിയാക്കി, ഇനി ആ പ്രസിഡന്റ് പോകുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ, ആ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് തന്നെ പുതിയ പ്രസിഡന്റിന്റെ എലക്ഷൻ നടത്തി ആ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടാകണം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി നിർവചിക്കാൻ പറ്റില്ല. പെട്ടെന്ന് മരണപ്പെട്ടു, മുൻകൂട്ടി നമുക്ക് ഒരു രാഷ്ട്രപതിനെ തെരഞ്ഞെടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിൽ ആക്ടിംഗ് പ്രസിഡന്റ് വരും. ആരെ? ഉപരാഷ്ട്രപതിനെ പിടിച്ച് ആക്ടിംഗ് പ്രസിഡന്റ് ആക്കും. ഇനി ഉപരാഷ്ട്രപതി ഇല്ലാന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പിടിച്ചിട്ട് ഉപരാഷ്ട്രപതിയാക്കും. അല്ലാത്ത കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഈ കാലാവധി പൂർത്തിയാക്കാന്നുള്ള പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? മറ്റേ ഇപ്പൊ നിലവിലുള്ള രാഷ്ട്രപതിനെ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് തന്നെ പുതിയ രാഷ്ട്രപതിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ? എപ്പോഴും 6 മാസത്തിന്, ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഉള്ളതെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവണം. അല്ലാതെ ആക്ടിംഗ് പ്രസിഡന്റിന് ഒരിക്കലും കാലാവധി ഇനി ഈ പ്രസിഡന്റിന്റെ ബാക്കി കാലാവധി മുഴുവനും ഈ ആക്ടിംഗ് പ്രസിഡന്റിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? ആർട്ടിക്കിൾസ് ഒന്നും കൂടി പറയട്ടെ, ഞാൻ ഫുൾ ഓർഡറിൽ പറയാം. 52 എന്താണ് പറഞ്ഞത്? 52 മുതൽ 62 വരെയാണ് രാഷ്ട്രപതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ്. അതിൽ 52 എന്താണ് പറയുന്നത്? രാഷ്ട്രപതിനെ കുറിച്ച് പറയുന്നു അല്ലെ. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം. ആ രാഷ്ട്രപതിയുടെ പൊസിഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 52 ആണ്. തൊട്ടടുത്ത് 53 എന്താണ് പറയുന്നത്? രാഷ്ട്രപതിയുടെ പവർ അല്ലെ. രാഷ്ട്രപതിയുടെ പവർ, അധികാരങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 53 പറയുന്നത്. ഇനി 54 എന്താണ് പറയുന്നത്? നമ്മൾ രാത്രി എന്ന് പറയുമ്പോൾ തീ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 54 പറയുന്നത്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 54 പറയുന്നത്. അപ്പൊ 55 എന്താണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചിട്ട് അല്ലെ, എങ്ങനെയാണ് രാഷ്ട്രപതിനെ തെരഞ്ഞെടുക്കുന്നത്, ആ തെരഞ്ഞെടുപ്പിന്റെ രീതികളെ കുറിച്ചിട്ടാണ് 55 പറയുന്നത്. ഇനി 56 എന്താണ് പറയുന്നത്? രാത്രി കാലങ്ങളിൽ എന്നതിൽ നിന്നും കാലാവധി, രാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 56 പറയുന്നത്. അപ്പൊ 57 എന്തായിരിക്കും? ഈ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് റീ എലക്ഷന് യോഗ്യതയുണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 57 എന്ന് പറയുന്നത്. 58 എന്ന് പറയുമ്പോൾ എന്താണ്? യോഗ്യരായിട്ടുള്ളവർ, അതായത് പ്രസിഡന്റിന്റെ യോഗ്യതനെ കുറിച്ചിട്ട്, ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട് അല്ലെ. രാത്രി കാലങ്ങളിൽ യോഗ്യരായിട്ടുള്ളവർ സത്യത്തിൽ പുറത്തിറങ്ങാറില്ല അല്ലെ. അപ്പൊ യോഗ്യതനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 58 പറയുന്നത്. പ്രസിഡന്റിന്റെ യോഗ്യത, ക്വാളിഫിക്കേഷനെ കുറിച്ച് ആർട്ടിക്കിൾ 58 പറയുന്നു. അപ്പൊ 59 എന്താണ്? പ്രസിഡന്റിന്റെ ഓഫീസിന്റെ യോഗ്യതനെ കുറിച്ചിട്ട്, അതായത് പ്രസിഡന്റിന്റെ ഓഫീസിന്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 59 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 60 ആണെങ്കിൽ സത്യപ്രതിജ്ഞനെ കുറിച്ച് പറയുന്നു. 61 ആണെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിനെ പുറത്താക്കൽ അഥവാ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ 62 എന്താണ് പറയുന്നത്? ഇങ്ങനെ ഇംപീച്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ ഒരു പ്രസിഡന്റിന്റെ വാക്കൻസി വന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അതായത് ഒരിക്കലും വാക്കൻസി വരാൻ പാടില്ല, 6 മാസത്തിനുള്ളിൽ തന്നെ എപ്പോഴും ഒരു പ്രസിഡന്റ് വരണം അല്ലെ. ഇനി പ്രസിഡന്റ് ഒഴിവുണ്ടെങ്കിൽ ആക്ടിംഗ് പ്രസിഡന്റിനെ ആക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ പ്രസിഡന്റിന്റെ ആ പൊസിഷൻ ഒഴിവ് വന്നാൽ, മരണം മൂലമോ അല്ലെങ്കിൽ രാജി മൂലമോ ഇംപീച്ച്മെന്റ് മൂലമോ പ്രസിഡന്റ് എന്നുള്ള പൊസിഷൻ അവിടെ വാക്കന്റ് വന്നാൽ, അവിടെ ഒഴിഞ്ഞു കിടന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് ആർട്ടിക്കിൾ 62 പറയുന്നത്. അപ്പൊ നിങ്ങൾ 52 മുതൽ 62 വരെ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ചിലപ്പോൾ നമ്മൾ ഓർക്കുന്ന സമയത്ത് ചിലതൊക്കെ മറന്നുപോകും. ഒറ്റ തവണ കേട്ട് കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് ഓർമ്മ നിൽക്കില്ല. നമ്മളൊന്നും റോബോട്ടുകളല്ല അല്ലെ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. മിസ് പറഞ്ഞ കോഡ് എന്താണ്? രാത്രി കാലങ്ങളിൽ യോഗ്യരായിട്ടുള്ളവർ സത്യത്തിൽ പുറത്തിറങ്ങാറില്ല. അത് വെച്ചിട്ട് 52, 54, 56, 58, 60, 61 പറഞ്ഞു നോക്കാം. എന്നിട്ട് അതിനിടയിലുള്ള ആർട്ടിക്കിളുകൾ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ ഒരു കാലത്തും പിന്നെ മറന്നു പോകില്ല. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രപതിമാരിങ്ങനെ ഓർഡറിൽ പറയണം അല്ലെ. എല്ലാ 15 രാഷ്ട്രപതിമാരെ നമുക്ക് പഠിക്കണം. അതും നമുക്ക് സിമ്പിളായിട്ട് ഇപ്പൊ തന്നെ പഠിക്കാം. 1950 ജനുവരി 26 നമുക്ക് റിപ്പബ്ലിക് ആയതല്ലേ. ആ റിപ്പബ്ലിക് ആയ കാലം തൊട്ട് നമുക്ക്
ഇപ്പോൾ നിലവിൽ വരെ 2024 വരെ നമുക്ക് 15 രാഷ്ട്രപതിമാരാണ്, 15 വ്യക്തികൾ രാഷ്ട്രപതിമാരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും ഓർഡർ പഠിക്കുക എന്നുള്ളത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്കത് ഓർത്തിരിക്കാനും നമുക്ക് കോഡ് വെച്ച് ഓർത്തിരിക്കാനും എളുപ്പമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഓർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രാഷ്ട്രപതിമാരുടെ സൈൻ എന്ന് പറയുന്നത് വളരെയധികം വാല്യൂ ഉള്ളതാണല്ലേ. ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സൈൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിമാരുടെ സിഗ്നേച്ചറാണ്. കാരണം ഒരു നിയമം അല്ലെ, ഒരു ബില്ല് നിയമമാകണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിയുടെ സൈൻ വേണ്ടേ? അതേപോലെ തന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട്, വിദേശ രാജ്യങ്ങളുമായി വെക്കുന്ന കരാറുകളെല്ലാം തന്നെ രാഷ്ട്രപതിയുടെ പേരിലാണ് കരാറിൽ ഏർപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ സിഗ്നേച്ചറിന് വളരെയധികം പ്രാധാന്യമുണ്ടല്ലേ. അപ്പൊ ഈ രാഷ്ട്രപതിമാരെ നമ്മൾ പഠിക്കുന്നതും ഈ സിഗ്നേച്ചർ വെച്ചിട്ടാണ് പഠിക്കുന്നത്. സിഗ്നേച്ചർ വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ട് കാലത്തുള്ളവരൊക്കെ സൈൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം നമ്മൾ നല്ല ഭംഗിക്ക് അല്ലെ പേരൊക്കെ എഴുതി ഒരു ചിത്രം വരയ്ക്കുന്ന പോലെയൊക്കെയാണ് പലരും സൈൻ ചെയ്യുന്നത്. പക്ഷെ പണ്ടുള്ളവരുടെ സൈൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു കാക്ക പറന്നു പോകുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു വരയോ കുറിയോ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവുള്ളൂ. ഒന്ന് റാന്ന് എഴുതും, അല്ലെങ്കിൽ താന്ന് എഴുതും, അല്ലെങ്കിൽ സാധാരണ കാക്ക പറന്നു പോണ പോലെ ഒരു ചിഹ്നം. ഇതൊക്കെയാണ് സാധാരണ പണ്ടുള്ളവരുടെ ഈ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കോഡ് പറയുന്നത്, ഈ രാഷ്ട്രപതിമാരെ ഓർത്തു വെക്കാൻ വേണ്ടി. നമ്മൾ രാഷ്ട്രപതിമാരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എങ്ങനെയാണ് പഠിച്ചത്? നമ്മൾ യോഗ്യതയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലേ. കാരണം രാഷ്ട്രപതിമാരെന്ന് വെച്ചാൽ ഏറ്റവും യോഗ്യരായിട്ടുള്ള വ്യക്തിയായിരിക്കും. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളെ ആയിരിക്കും നമ്മൾ രാഷ്ട്രപതിയാക്കുക. അപ്പൊ യോഗ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചത്. എങ്ങനെയാണ്? രാത്രി കാലങ്ങളിൽ യോഗ്യതയുള്ളവർ അല്ലെങ്കിൽ യോഗ്യന്മാര് സത്യത്തിൽ പുറത്ത് നടക്കാറില്ല, അങ്ങനെയല്ലേ പറഞ്ഞു പഠിച്ചത്? അതേപോലെ നമ്മളിപ്പോ ഇവിടെ ഈ 15 രാഷ്ട്രപതിമാരെ മോഡലിൽ പഠിക്കുന്നത് സിഗ്നേച്ചർ വെച്ചിട്ടാണ്. ഇവരുടെ സിഗ്നേച്ചറിന് വളരെയധികം വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ സിഗ്നേച്ചർ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേൾക്കാൻ, ഞാൻ പറയുമ്പോൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. അതായത് രാജുവും രാധയും നമ്മൾ മായാവിലൊക്കെ കേട്ട് പരിചയമുള്ള 2 ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് മറന്നു പോകില്ല. രാജുവും രാധയും ഇവരുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ വി എഴുതുന്ന പോലെയാണ്. രണ്ട് വി എഴുതുന്ന പോലെ. വി കണ്ടിട്ടില്ലേ? ശരിക്കും ഒരു കാക്ക പറന്നു പോണ പോലെ അല്ലെ. അപ്പൊ രാജുവിന്റെയും രാധയുടെയും സൈൻ എന്ന് പറയുന്നത് കാക്ക പറന്നു പോണ പോലെ, അതായത് വി പോലെയാണ് ഇവരുടെ സൈൻ എന്ന് പറയുന്നത്. അപ്പൊ അലി ഇവരുടെ ഫ്രണ്ടാണ്. അപ്പൊ അലി പറയാണ് നിങ്ങളിത് റെഡിയാക്കണം അല്ലെ, റെഡിയാക്കണം, ഈ സൈൻ ഒന്ന് റെഡിയാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിൽ വൈകൂലേ? കാരണം എന്താ, നമ്മളെ സിഗ്നേച്ചർ ആർക്ക് വേണമെങ്കിലും ഇടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ വിൽപ്പന നടത്തുമ്പോൾ നമ്മുടെ വീടും പറമ്പൊക്കെ എന്തെങ്കിലും വിൽപ്പന ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഇപ്പോൾ കാറ് വിൽപ്പന ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിൽപ്പന സെയിൽസ് വരുന്ന സമയത്ത് അത് നടന്നു കിട്ടാൻ വൈകും. അത് മാത്രമല്ല, ഇവിടെ ഈ ഓഫീസിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു ശങ്കയും ദയയും ഒന്നും ഉണ്ടാവില്ല. അവര് നമ്മൾ അവസാനം നടത്തി നമ്മൾ അവസാനം കയറെടുക്കേണ്ട അവസ്ഥയിലേക്ക്, കണ്ടിട്ടില്ലേ? ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് അവസാനം ചിലർ ആത്മഹത്യ ചെയ്യും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ശങ്കേതയൊന്നുമില്ല. ഇവർ നമ്മൾ അവസാനം കയറെടുപ്പിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിക്കും എന്ന് നമ്മൾ അലി പറയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സൈൻ ഒന്ന് റെഡി ആക്കണം എന്ന് പറയാണ്. അപ്പൊ ഇവര് രാജുവും രാധയും പറയാണ്. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാല്, ഞങ്ങൾ കലാകാരനോ അല്ലെങ്കിൽ പ്രതിഭയൊന്നും അല്ലല്ലോ, വലിയ കലാകാരനോ പ്രതിഭയൊന്നും അല്ല അങ്ങനെ ആണെന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വല്ല നമ്മുടെ ഫേസൊക്കെ അല്ലെ, നമ്മുടെ മുഖമൊക്കെ വേണമെങ്കിൽ നമുക്ക് വരച്ചു വെക്കാൻ സാധിക്കും. ഇതിപ്പോ ഞങ്ങൾ ഇത്രയും പ്രായമൊക്കെ ഞങ്ങൾ രാമനാമൊക്കെ ചൊല്ലി നടക്കുന്ന പ്രായമാണ്, രാമ ഗോവിന്ദ എന്നൊക്കെ ചൊല്ലി നടക്കണം, മുറുമുറുത്തോണ്ട് നടക്കുന്ന പ്രായത്തിൽ ഇനി ഞങ്ങളുടെ സിഗ്നേച്ചർ ഒന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തോ ഞാൻ പറഞ്ഞ കാര്യം? രാജുവും രാധയും അവരുടെ സൈൻ എന്താണ്? വി പോലെയാണ്. അപ്പൊ അലി പറയാണ് ഇത് റെഡി ആക്കണം, അല്ലെങ്കിൽ സെയിൽസ് ഒക്കെ വൈകും എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇവർക്ക് നമ്മുടെ സർക്കാർ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് ശങ്കയോ ദയോ ഒന്നുമില്ല. അവസാനം അവർ നമ്മളെ കയറെടുപ്പിക്കും. ഈ സിഗ്നേച്ചർ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മളവർ കയറെടുപ്പിക്കും. അപ്പൊ ഇവര് പറയാണ് ഞങ്ങൾ കലാകാരനോ പ്രതിഭയൊന്നല്ല. കലാകാരനോ പ്രതിഭയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുഖമൊക്കെ വരച്ചു വെക്കായിരുന്നു. ഇതിപ്പോ ഞങ്ങൾ രാമ ഗോവിന്ദ എന്നൊക്കെ മുറുമുറുത്തോണ്ട് നടക്കുന്ന പ്രായത്തിൽ അല്ലെ, അങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന പ്രായത്തിൽ ഇനി ഞങ്ങളുടെ സിഗ്നേച്ചർ ഒന്നും മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇവര്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയേക്കാം, പക്ഷെ അത്ര ബുദ്ധിമുട്ടില്ല. നമ്മുടെ മനസ്സിലത് വിഷ്വലൈസ് ചെയ്താൽ യാതൊരു ബുദ്ധിമുട്ടില്ല. രാജുവും
രാജു രാധ എന്ന് പറയുമ്പോൾ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇവരുടെ സൈൻ എന്താണ്? വി പോലെയാണ് അല്ലെ, ഇവരുടെ സൈന് വി പോലെയാണ്. അപ്പൊ സൈൻ എന്നതിൽ നിന്നും സക്കീർ ഹുസൈന് വി പോലെയാണെന്നുള്ളത് വി ഗിരി. 4 പ്രസിഡന്റ്മാരും നമ്മൾ ഓർഡറിൽ പഠിച്ചു. രാജു രാധ, അപ്പൊ രാജു എന്നുള്ളത് രാജേന്ദ്ര പ്രസാദാണ് രാജു എന്ന് പറഞ്ഞത്. രാധ എന്ന് പറഞ്ഞത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്. സൈൻ എന്നുള്ളത് സക്കീർ ഹുസൈൻ എന്ന് പറയുമ്പോൾ സൈൻ വരുന്നുണ്ടല്ലോ, സക്കീർ ഹുസൈന് വി പോലെയാണെന്നല്ലെന്ന് വി ഗിരി. അപ്പൊ ഇവരോട് അലി പറഞ്ഞു നിങ്ങളിത് റെഡി ആക്കണം അല്ലെ, നിങ്ങളിത് റെഡി ആക്കണം എന്നാണ് അലി പറഞ്ഞത്. അപ്പൊ അലി എന്നുള്ളത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് പറഞ്ഞു ഇത് നിങ്ങൾ റെഡി ആക്കണം. അപ്പൊ റെഡി എന്നുള്ളതിനും റെഡ്ഡി, ഏത് റെഡ്ഡിയാണ്? നീലം സഞ്ജീവ റെഡ്ഡി അല്ലെ, നിങ്ങളിത് റെഡി ആക്കണം എന്നുള്ളതിൽ നിന്നും നീലം സഞ്ജീവ റെഡ്ഡി. അല്ലെങ്കിൽ സെയിൽസ് വൈകും അല്ലെ, സെയിൽസ് എന്നുള്ളത് ഗ്യാനി സെയിൽസിങ്. വൈകും എന്നതിൽ നിന്ന് മാത്രം വെങ്കിട്ടരാമനാണ്. അത് ഇത്തിരി ഒന്ന് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും അത് നിങ്ങൾക്ക് പേര് കാണുമ്പോൾ മനസ്സിലാവും. വൈകും എന്നതിൽ നിന്നും വെങ്കിട്ടരാമനാണ് വൈകും എന്നുള്ളതിന്. പിന്നെന്താണ്? ഈ സർക്കാർ ഓഫീസിലിരിക്കുന്നവർക്ക് ഒരു ശങ്കയോ ദയോ ഇല്ല, അവർ നിങ്ങൾ അവസാനം കയറെടുപ്പിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ശങ്കയോ ദയോ എന്നതിൽ നിന്നും ശങ്കർ ദയാൽ ശർമ്മ അവർ നിങ്ങൾ അവസാനം കയറെടുപ്പിക്കും. കയർ എന്നതിൽ നിന്നും കെ ആർ ആരാണ്? കെ ആർ നാരായൺ. അപ്പൊ ഇവര് പറഞ്ഞത് എന്താ? ഞങ്ങൾ കലാകാരനോ അല്ലെങ്കിൽ പ്രതിഭയോ എന്നല്ല. അപ്പൊ കലാകാരൻ എന്നുള്ളതിൽ നിന്ന് കലാം അല്ലെ, APJ അബ്ദുൽ കലാം. പ്രതിഭ എന്നതിൽ നിന്നും പ്രതിഭ പാട്ടീൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖമൊന്നും വരച്ചേക്കാൻ പറ്റില്ല അല്ലെ, മുഖമൊന്നും വരച്ചേക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രണവ് മുഖർജി ആണ്. ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങൾക്ക് കുറച്ച് പ്രായമായി, ഞങ്ങൾക്ക് ഇപ്പൊ രാമനാമം അല്ലെ, രാമ ഗോവിന്ദ എന്നൊക്കെ മുറുമുറുത്തുകൊണ്ട് നടക്കുന്ന പ്രായമായി. അപ്പൊ രാംനാഥ് കോവിന്ദ് മുറുമുറുക്ക എന്നതിൽ നിന്നും നമ്മുടെ ഏറ്റവും അവസാനത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു. അത്ര നിങ്ങൾക്ക് കിട്ടിയോ? ഒന്നും കൂടി പറയട്ടെ. രാജുവും രാധയും അവരുടെ സൈന് വി പോലെയാണ്. രാജു എന്നതിൽ നിന്നും രാജേന്ദ്ര പ്രസാദ്, രാധ എന്നതിൽ നിന്നും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അവരുടെ സൈൻ എന്താണ്? വി പോലെയാണ്. അപ്പൊ സൈൻ എന്നതിൽ നിന്നും സക്കീർ ഹുസൈൻ, വി എന്നതിലും വി ഗിരി. അപ്പൊ ഇവരോട് അലി പറയാണ് നിങ്ങളിത് റെഡിയാക്കണം. അപ്പൊ അലി എന്നതിൽ നിന്നും ഫക്രുദ്ദീൻ അലി അഹമ്മദ്, റെഡിയാക്കണം എന്നതിൽ നിന്നും നീലം സഞ്ജീവ റെഡ്ഡി. അല്ലെങ്കിൽ സെയിൽസ് വൈകും അല്ലെ, സെയിൽസ് എന്താണ്? ഗ്യാനി സെയിൽസിംഗ് ആണ്. വൈകും എന്നത് വെങ്കിട്ടരാമനാണ്. ഇവർക്ക് സർക്കാർ ഓഫീസിലുള്ളവർക്ക് ശങ്കയോ ദയോ ഇല്ല, അവർ നിങ്ങളെ കയറെടുപ്പിക്കും. ശങ്കർ ദയാൽ എന്നതിൽ നിന്നും ശങ്കർ ദയാൽ ശർമ്മ അവർ നിങ്ങളെ കയർ എന്നുള്ളത് കെ ആർ അല്ലെ, കയർ എടുപ്പിക്കും. അപ്പൊ കെ ആർ നാരായൺ. അപ്പൊ ഇവര് പറയണ ഞങ്ങൾ കലാകാരനോ പ്രതിഭയോ അല്ല, മുഖമൊന്നും വരച്ചു വെക്കാൻ. അപ്പൊ കലാകാരൻ എന്നതിൽ കലാം APJ അബ്ദുൽ കലാം. പ്രതിഭ പാട്ടീൽ അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മുഖമൊന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്? പ്രണവ് മുഖർജി. മുഖം എന്നതിൽ നിന്നും പ്രണവ് മുഖർജി. ഞങ്ങളെ കുറച്ച് പ്രായമായില്ലേ, ഞങ്ങള് രാമ ഗോവിന്ദ എന്നൊക്കെ മുറുമുറുത്തുകൊണ്ട് നടക്കുന്ന പ്രായത്തിലേക്ക് എത്തി. അപ്പൊ രാമ ഗോവിന്ദ എന്നുള്ള രാംനാഥ് കോവിന്ദ്, മുറുമുറുക്ക എന്നുള്ളതിൽ നിന്നും എന്താണ്? നമ്മുടെ ദ്രൗപദി മുർമു. അപ്പൊ ഇവരാണ് ഇതിന്റെ ഓർഡർ. ഇനി നമുക്ക് ഇതിന്റെ വർഷം കൂടി പഠിക്കണം. അപ്പൊ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് 1950 നിന്നാണ്. 1950 നിന്നാണ് നമ്മുടെ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ് 12 വർഷത്തോളം, അതായത് 50 മുതൽ 1962 വരെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ. 1950 മുതൽ 1962 വരെ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 1950 മുതൽ 1962 വരെ 12 വർഷക്കാലമാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് ഇരുന്നുള്ളത്. പിന്നെ അല്ലാതെ നമുക്ക് പഠിക്കാൻ സുഖം. പിന്നെ എല്ലാവരുടെ കാലാവധിയും 5 വർഷമാണ് അല്ലെ. സാധാരണ പ്രസിഡന്റിന്റെ എല്ലാവരെയും കാലാവധി 5 വർഷമാണ്. അതിൽ 2 പേരുണ്ട്. ഒന്നാമത്തത് സക്കീർ ഹുസൈന് ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റാണ്. മുസ്ലിം ആയിട്ടുള്ള രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചില്ല, കാരണം അദ്ദേഹം പദവിയിലിരിക്കെ അന്തരിച്ചു. അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സക്കീർ ഹുസൈനാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം ആയിട്ടുള്ള രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. അദ്ദേഹം 2 വർഷം മാത്രമേ ഇരുന്നുള്ളൂ. ഇനി അതേപോലെ തന്നെ ഫക്രുദ്ദീൻ അലി അഹമ്മദ്
അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ്, മുസ്ലിം ആയിട്ടുള്ള രണ്ടാമത്തെ പ്രസിഡന്റാണ്. മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രസിഡന്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആദ്യത്തേത് സക്കീർ ഹുസൈൻ, രണ്ടാമത്തേത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അതേപോലെ തന്നെ പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി സക്കീർ ഹുസൈൻ ആണ്. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. നേരത്തെ സക്കീർ ഹുസൈൻ 2 വർഷമാണെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് 3 വർഷം. അപ്പൊ ബാക്കി എല്ലാവരെയും 5 വർഷം വെച്ച് നമുക്ക് കൂട്ടി നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ വർഷം. 1950 തുടങ്ങും. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തേത് ആരാണ്? രാജേന്ദ്ര പ്രസാദ് 12 വർഷം. അപ്പൊ 50 മുതൽ 62 വരെ. അടുത്തത് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പൊ 62 കൂടെ 5 കൂട്ടിയാൽ മതി, 67. പിന്നെ വരുന്നത് സക്കീർ ഹുസൈൻ ആണ്. സക്കീർ ഹുസൈൻ പറഞ്ഞു നമ്മൾ കാലാവധി പൂർത്തിയാക്കിയില്ല, പദവിയിലിരിക്കെ അന്തരിച്ചു, 2 വർഷം മാത്രമേ ഉള്ളൂ. അപ്പൊ 67 മുതൽ 69 വരെ. അടുത്തത് വി ഗിരി 5 വർഷം കൂട്ടാ, അപ്പൊ 69 മുതൽ 74 വരെ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അതെ കാലാവധി പൂർത്തിയാക്കിയില്ല, പദവിയിലിരിക്കെ അന്തരിച്ചു, 3 വർഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 74 മുതൽ 77 വരെ. 74 മുതൽ 77. പിന്നെ എല്ലാവരെയും കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇവരെ കാലാവധി, ഇവരെത്ര കാലം, ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ് പദവിയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പൊ ഈ കോഡ് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ തന്നെ നിങ്ങൾ 2-3 തവണ ഒന്ന് ഓർത്താൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അപ്പൊ നമ്മൾ ഇപ്പൊ 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ രാഷ്ട്രപതിമാരെല്ലാവരും തന്നെ 15 വ്യക്തികളാണ് രാഷ്ട്രപതി ആയിട്ടുള്ളത്. അവരെല്ലാവരും കൃത്യമായിട്ട് ഓർഡറിലൂടെ പഠിച്ചു കഴിഞ്ഞു. അവരുടെ കാലാവധിയും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രാഷ്ട്രപതിമാരെ കുറിച്ച് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനാണ് അല്ലെ. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ അല്ലെ. പ്രഥമ പൗരൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ തലവനാണ് അല്ലെ. ഇന്ത്യയുടെ തലവൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ തലവനെ നമ്മൾ തെരഞ്ഞെടുപ്പിലൂടെ സെലക്ട് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ അതിനെ റിപ്പബ്ലിക് എന്ന് പറയും അല്ലെ. അതായത് ഒരു രാഷ്ട്രത്തിന്റെ തലവൻ തെരഞ്ഞെടുപ്പിലൂടെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ ആ രാഷ്ട്രം നമ്മൾ റിപ്പബ്ലിക് ആന്ന് പറയും. അതുകൊണ്ടാണ് ഇന്ത്യ റിപ്പബ്ലിക് ആന്ന് പറയുന്നത്. പക്ഷെ ബ്രിട്ടൻ നമുക്ക് റിപ്പബ്ലിക് ആന്ന് പറയാൻ സാധിക്കില്ല. കാരണം ബ്രിട്ടന്റെ രാജതലവൻ എന്ന് പറയുന്നത് അവിടുത്തെ രാജാവാണ്. ബ്രിട്ടന്റെ രാജതലവൻ എല്ലാത്തിന്റെയും അധികാരം ആർക്കാണ്? രാജാവിനാണ്. രാജാവ് എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അവിടെ പിന്തുടർച്ച അവകാശം അല്ലെ. പിന്തുടർച്ചയായിട്ട് ഒരാൾ മരിക്കുമ്പോൾ അതിന്റെ അനന്തരാവകാശികളിലേക്കാണ് ആ സ്ഥാനം വന്നു ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് അല്ല, പക്ഷെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. എന്നാൽ നമ്മുടെ രാഷ്ട്രപതിക്ക് നാമമാത്രമായിട്ടുള്ള അധികാരങ്ങളേ ഉള്ളൂ അല്ലെ. ഒരു നോമിനൽ പദവി മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതി നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. നമുക്കറിയാം ബ്രിട്ടനിലെ രാജാവാണെങ്കിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. ബ്രിട്ടനിലെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് പാർലമെന്റ് ആണ്. നമ്മൾ പാർലമെന്ററി സമ്പ്രദായം കടം കൊണ്ടതും ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുക അവിടെ പാർലമെന്റ് ആണ്. പക്ഷെ ആ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് ആര് വഴിയാണ്? രാജാവ് വഴിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് അല്ലെ. എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി വേണം. പക്ഷെ ആ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നത് എവിടെ നിന്നാണ്? പാർലമെന്റിൽ നിന്നാണ് അല്ലെ. മന്ത്രിസഭയിൽ നിന്നാണ് ആ തീരുമാനങ്ങളൊക്കെ വരുന്നത്. പാർലമെന്റാണ് തീരുമാനമെടുക്കുന്നത്. അപ്പൊ ഇതേ സിസ്റ്റം ഈ നമ്മുടെ രാഷ്ട്രപതിക്ക് ഒരു നാമമാത്രമായിട്ടുള്ള അധികാരം, ഒരു നോമിനൽ പദവി എന്നുള്ളത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അങ്ങനെ എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ഒരു നോമിനൽ ഹെഡാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? രാഷ്ട്രപതി രാജ്യത്തിന്റെ നോമിനൽ ഹെഡാണ് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് നാമമാത്രമായ അധികാരങ്ങൾ എന്ന് നമ്മളോട് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അത് എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. എന്നാൽ രാഷ്ട്രപതിയുടെ എലക്ഷൻ അല്ലെ, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റോ രാഷ്ട്രപതിനെ പുറത്താക്കുന്നതോ അത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് USA നമ്മുടെ അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അപ്പൊ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട തന്നെ 3 കാര്യങ്ങൾ 3 സ്ഥലത്ത് നിന്നാണല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് ഒരു നാമമാത്രമായിട്ടുള്ള അധികാരങ്ങൾ എന്നുള്ളത് നമ്മൾ ബ്രിട്ടന്റെ മാതൃകയാണ് എടുത്തിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ എലക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്, പ്രസിഡന്റ് എലക്ഷൻ എന്നുള്ളത് നമ്മൾ അയർലാൻഡിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, രാഷ്ട്രപതിയെ പുറത്താക്കുന്ന രീതി നമ്മൾ USA അമേരിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്.
നമ്മൾ ഈ 3 കാര്യങ്ങളും 3 രാജ്യങ്ങളിൽ നിന്നാണ് കടംകൊണ്ടിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളും പഠിച്ചാൽ തന്നെ നമ്മൾ രാഷ്ട്രപതിയുടെ കാര്യങ്ങൾ ഏകദേശം പൂർണ്ണമായും പഠിച്ചു എന്ന് പറയാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിക്ക് നാമമാത്രമായിട്ടുള്ള അധികാരങ്ങളാണ് ഉള്ളത്. നമ്മളത് ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത്. എന്തൊക്കെയാണ് നമ്മൾ ഈ രാഷ്ട്രപതിക്ക് നാമമാത്രമായിട്ടുള്ള അധികാരങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രപതിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് അല്ലെ. ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്, അതായത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുണ്ട്. എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുണ്ട്. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുണ്ട് അല്ലെ. നീതിന്യായവുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുണ്ട്. മിലിറ്ററിയുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുണ്ട്. ഫിനാൻഷ്യൽ ധനകാര്യ കാര്യങ്ങളിലെ അധികാരങ്ങളുണ്ട്. വീറ്റോ പവർ ഉണ്ട്. എമർജൻസിയുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞാൽ പുറം രാജ്യങ്ങളുമായിട്ടുള്ള ഇപ്പൊ കരാറുകളോ അങ്ങനത്തെ പല കാര്യങ്ങളിലും പ്രത്യേകമായിട്ട് രാഷ്ട്രപതിക്ക് കുറെ അധികാരങ്ങളുണ്ട്. ഓർഡിനൻസ് പവർ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് അധികാരങ്ങൾ രാഷ്ട്രപതിക്ക് ഉണ്ട് അല്ലെ. ഇതൊക്കെ പക്ഷേ നിയന്ത്രണങ്ങൾക്ക് അതീതമാണ്. എല്ലാതും എന്താണ്, പാർലമെന്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈ അധികാരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ലെജിസ്ലേറ്റീവ് പവർ, നിയമനിർമ്മാണത്തിലുള്ള അധികാരങ്ങൾ. ഈ നിയമനിർമ്മാണം നമ്മുടെ ഇവിടെ ആരാണ് നടത്തുന്നത്? പാർലമെന്റ് ആണ് അല്ലെ നടത്തുന്നത്. പാർലമെന്റ് ആണ് ഇന്ത്യയിലെ നിയമനിർമ്മാണം നടത്തുന്നത്. പിന്നെ അത് നിയമമായി മാറുന്ന കാര്യം നമുക്ക് പറയാം. നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റ് ആണ്. ഈ പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത്, ഈ പാർലമെന്റ് പിരിച്ചുവിടുന്നത് അല്ലെ. ലോകസഭയാണെങ്കിലും വിളിച്ചു കൂട്ടുന്നത്, പിരിച്ചുവിടുന്നത്, സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത്, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അല്ലെ. അതേപോലെ തന്നെ ഒരു ഇലക്ഷന് ശേഷം ആദ്യത്തെ മീറ്റിംഗ്, ഇലക്ഷന് ശേഷമുള്ള ഈ സഭകളുടെ ആദ്യത്തെ മീറ്റിംഗ്, ഓരോ വർഷവുമുള്ള സഭകളുടെ ആദ്യത്തെ സമ്മേളനവും, ഇതിനെല്ലാം അഭിസംബോധന ചെയ്യുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. അപ്പൊ പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത്, പിരിച്ചുവിടുന്നത്, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്, നിർത്തിവെക്കുന്നത് ഒക്കെ രാഷ്ട്രപതിയാണ്. ഇതിന്റെ എല്ലാം ആദ്യത്തെ സമ്മേളനത്തിലെ, ഓരോ വർഷത്തിലെ ആദ്യത്തെ സമ്മേളനമാണെന്നുണ്ടെങ്കിലും ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനത്തിനെയാണെങ്കിലും അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇനി അപ്പൊ അങ്ങനെ നിയമനിർമ്മാണം നടത്താൻ അതിൽ കൂടി സഹായിക്കുന്നുണ്ട്. ഇനി ഇവരിങ്ങനെ നിയമനിർമ്മാണം നടത്തി ബില്ലാക്കി കൊണ്ടുവന്നു, 2 സഭകളും പാസ്സാക്കി. അത് നിയമമായി മാറണം എന്നുണ്ടെങ്കിൽ ആര് ഒപ്പുവെക്കണം? അവിടെ പ്രസിഡന്റ് ഒപ്പുവെക്കണം അല്ലെ. നിയമമായി മാറണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം, അല്ലെങ്കിൽ അത് ബില്ല് മാത്രമാണ്. അപ്പോൾ അതേ നിയമനിർമ്മാണത്തിൽ വലിയൊരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്? രാഷ്ട്രപതി വഹിക്കുന്നുണ്ട്. ഇനി നിയമമായി മാറാൻ സൈൻ ചെയ്യുന്നത് രാഷ്ട്രപതി ആയിരിക്കാം, പക്ഷെ രാഷ്ട്രപതിക്ക് ഒരു നിയമം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അവിടെയും ആര് വേണം? അവിടെയും പാർലമെന്റ് വേണം. പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകാരം നൽകലാണ് രാഷ്ട്രപതിയുടെ പണി, അല്ലാതെ രാഷ്ട്രപതിക്ക് സ്വന്തമായിട്ട് ഒരു നിയമം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് അല്ലെ. ഓർഡിനൻസ് നിയമനിർമ്മാണം നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്, ഇപ്പൊ പാർലമെന്റ് സമ്മേളിക്കാത്ത ഒരു സമയമാണ്, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു നിയമം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് രാഷ്ട്രപതി ഓർഡിനൻസ് ആയിട്ട് പുറപ്പെടുവിക്കും. ഈ ഓർഡിനൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ് അല്ലെ. 6 മാസത്തിനുള്ളിൽ പാർലമെന്റ് സമ്മേളിച്ച് അത് നിയമമാക്കി മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പിൻവലിക്കും. ഇനി ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും 6 മാസം തികയണമെന്നില്ല, അതിനിടയിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും രാഷ്ട്രപതിക്കായ ഓർഡിനൻസ് പിൻവലിക്കാനും സാധിക്കും. ഇങ്ങനെ 6 മാസത്തിനുള്ളിൽ നമ്മുടെ പാർലമെന്റ് കൂടി അല്ലെ, പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള കാലാവധി എന്ന് പറയുന്നതും 6 മാസമാണ് അല്ലെ. ലോക്സഭയുടെ ആണെങ്കിലും രാജ്യസഭയുടെ ആണെങ്കിലും 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലയളവ് എന്ന് പറയുന്നത് 6 മാസമാണ്. അപ്പൊ 6 മാസത്തിനുള്ളിൽ ഈ സഭ സമ്മേളിച്ചിരിക്കണം. ഇങ്ങനെ സമ്മേളിച്ചു കഴിഞ്ഞാൽ 6 ആഴ്ചയ്ക്കുള്ളിൽ അത് നിയമമാക്കി മാറ്റി ഇരിക്കണം. അപ്പൊ ഓർഡിനൻസിന്റെ കാലാവധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 6 മാസവും 6 ആഴ്ച എന്ന് പറയാൻ സാധിക്കും. 6 മാസവും 6 ആഴ്ചയും, അതായത് 6 മാസത്തിനുള്ളിൽ ഇത് നമ്മുടെ പാർലമെന്റ് കൂടി അത് പാസ്സാക്കണം അല്ലെ. പിന്നെ ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ആഴ്ചയും കൂടിയും കൊടുക്കുന്നുണ്ട്. പാർലമെന്റ് കൂടിയിട്ട് അല്ലെങ്കിൽ ലോക്സഭ കൂടിയിട്ട് ഒരു 6 ആഴ്ച കാലാവധി കൂടി അത് പാസ്സാക്കാൻ വേണ്ടി. കാരണം പാർലമെന്റ് കൂടിയപ്പോൾ തന്നെ എന്നാ പാസ്സാക്കിക്കോന്ന് പറഞ്ഞ് പാസ്സാക്കാൻ പറ്റുമോ? ഇത് നിയമമാക്കി ബില്ലാക്കി കൊണ്ടുവരണം. അത് 2 സഭകളിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും അല്ലെ. അതിനു വേണ്ടി ഒരു 6 ആഴ്ച കൂടി നൽകുന്നുണ്ട്. അപ്പൊ ഈ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതും അല്ലെ, നിയമനിർമ്മാണം നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഓർഡിനൻസ് ആയിട്ട് ആ നിയമത്തെ നടപ്പിലാക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഇനി അടുത്തത് എക്സിക്യൂട്ടീവ് പവേഴ്സ്, കാര്യനിർവഹണ വിഭാഗത്തിലുള്ള അധികാരങ്ങൾ. ഈ കാര്യനിർവഹണ വിഭാഗത്തിന്റെ മെയിൻ ആൾക്കാർ ആരൊക്കെയാണ്? ഈ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ പ്രൈം മിനിസ്റ്റർ, കേന്ദ്രമന്ത്രിമാര് എല്ലാവരും വരൂലേ. ഇവരെയൊക്കെ നിയമിക്കുന്നത് ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട ഈ തലപ്പത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്?
രാഷ്ട്രപതി തന്നെയാണ് അല്ലെ. എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളെയും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. പ്രൈം മിനിസ്റ്ററിനെ നിയമിക്കുന്നത്, കേന്ദ്രമന്ത്രിമാരെ നിയമിക്കുന്നത്, അതേപോലെ നമ്മുടെ സുപ്രീം കോടതി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാരെ ആണെങ്കിലും മറ്റേ ബാക്കി ജഡ്ജിമാരെ ആണെങ്കിലും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഗവർണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ പല കമ്മീഷനുകളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, വിവരാവകാശ കമ്മീഷനുണ്ട്, വിജിലൻസ് കമ്മീഷനുണ്ട്, ധനകാര്യ കമ്മീഷനുണ്ട്, അതുപോലെ UPSC PSC അല്ലെ. ഇതിനൊക്കെ ഹെഡ് ചെയർമാൻമാരെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ഇവരൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഉള്ള അധികാരികളെ അല്ലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഹൈ കമ്മീഷണർമാരെ ആണെങ്കിലും അംബാസിഡർമാരെ ആണെങ്കിലും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓൾ ഇന്ത്യൻ സർവീസിലേക്കുള്ളവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അല്ലെ. അപ്പൊ ഈ കാര്യനിർവഹണം നടത്തുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെ, ഏറ്റവും തലപ്പത്തുള്ളവരെ മുഴുവനും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. പ്രധാനമന്ത്രിനെ, കേന്ദ്രമന്ത്രിമാരെ, ഗവർണർമാരെ, സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയും മറ്റുള്ള ജഡ്ജിമാരെയും പല കമ്മീഷനുകളുടെയും തലവന്മാരെ, അതായത് ചെയർമാൻമാരെ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, UPSC PSC, അതേപോലെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികളെ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാരെയും ഹൈ കമ്മീഷണർമാരെയും ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ളവരെ എല്ലാവരെയും ചുമതലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അധികാരത്തിൽ കൊണ്ടുവരുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. രാഷ്ട്രപതിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. പിന്നെ ഫിനാൻഷ്യൽ അധികാരങ്ങളുണ്ട്. ഫിനാൻഷ്യൽ അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ധനകാര്യ ബില്ല് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം. രാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടി വേണം ധനകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാൻ. ധനബില്ല് എപ്പോഴും എവിടെയാണ്? ഇവിടെ ലോകസഭയിലാണല്ലോ അവതരിപ്പിക്കുക. ധനബില്ല് എപ്പോഴും ലോകസഭയിലാണ് അവതരിപ്പിക്കുക. രാജ്യസഭ പാസ്സാക്കിയാലും കുഴപ്പമില്ല, പാസ്സാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ധനബില്ല് പാസ്സാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പം ധനബില്ല് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് ആരുടെ അനുമതി വേണം? പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം. അതേപോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്, രാഷ്ട്രപതിയുടെ നാമത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പേരിലാണ് ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ധനകാര്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവിടെയും രാഷ്ട്രപതിക്ക് ഇതുണ്ട് അല്ലെ, ഹോൾഡ് ഉണ്ട്. നമുക്കറിയാം ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? അതും രാഷ്ട്രപതിയാണ്. അപ്പൊ ധനകാര്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ആർക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അതേപോലെ തന്നെ ജുഡീഷ്യറീസ്, നമ്മുടെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയിലും ആർക്ക് അധികാരങ്ങളുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പൊതുമാപ്പ് നൽകാൻ അല്ലെ, പൊതുമാപ്പ് നൽകാനും ശിക്ഷ ഇളവ് നൽകാനും രാഷ്ട്രപതിക്ക് കഴിയും. പൊതുമാപ്പിനെ കുറിച്ച് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 72. രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകാൻ സാധിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ 72 അപ്പൊ പൊതുമാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്, ശിക്ഷകളിൽ ഇളവ് നൽകാനും അധികാരമുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ മിലിറ്ററി കോടതികളുണ്ട് അല്ലെ. അത് നമ്മൾ എന്തെങ്കിലും മിലിറ്ററിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ അവിടെ ജോലി ചെയ്യുന്നവര്, സേനയുമായി ബന്ധപ്പെട്ട് ജോലികളിൽ ഏർപ്പെടുന്നവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് ശിക്ഷ വിധിക്കാൻ വേണ്ടി അവരുടെ തന്നെ സെപ്പറേറ്റ് കോടതിയുണ്ട്. അങ്ങനെ പട്ടാള കോടതികൾ ശിക്ഷിച്ച കുറ്റവാളികൾക്ക് വരെ മാപ്പ് നൽകാൻ ആർക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. നമുക്കറിയാം മാപ്പ് നൽകാനും ശിക്ഷയിൽ ഇളവ് നൽകാനും രാഷ്ട്രപതിക്ക് മാത്രമല്ല ഗവർണർക്കും അധികാരമുണ്ട് അല്ലെ. രാഷ്ട്രപതിക്കുള്ള ഈ അധികാരത്തെ കുറിച്ച് ആർട്ടിക്കിൾ 72 ഗവർണർക്കുള്ള അധികാരത്തെ കുറിച്ച് ആർട്ടിക്കിൾ 161 പറയുന്നത്. പക്ഷേ ഈ നമ്മുടെ പട്ടാള കോടതികളിൽ നൽകിയ ശിക്ഷകളിൽ ഇളവ് നൽകാൻ ഗവർണർക്കൊന്നും അധികാരമില്ല. അത് ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ. അതേപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആയാലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ആണെങ്കിലും ബാക്കി ജഡ്ജിമാരൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അതേപോലെ തന്നെ രാഷ്ട്രപതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിലും സുപ്രീം കോടതിയോട് എന്തെങ്കിലും ഉപദേശങ്ങൾ തേടാൻ സാധിക്കും ഇല്ലേ. എന്തെങ്കിലും കാര്യത്തിൽ ഉപദേശം വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ പോയിട്ട് രാഷ്ട്രപതിക്ക് ആരോട് ചോദിക്കാം? സുപ്രീം കോടതിയോട് ചോദിക്കാം. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 143 അല്ലെ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നമ്മൾ അപ്പ പോയിട്ട് ഉപദേശം ചോദിക്കുക അല്ലെങ്കിൽ നമുക്ക് അപ്പൊ പോയിട്ട് പരിഹാരം ചോദിക്കുക. നമ്മൾ ആരോടാണ്? നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളോട് ചോദിക്കും ഇല്ലല്ലോ. നമുക്ക് ഏറ്റവും അടുപ്പുള്ളത് ആരോടാണോ അവരോടായിരിക്കും നമ്മൾ ഉപദേശം തേടാം അല്ലെ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ അപ്പൊ നേരെ ചെല്ലുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ
കാര്യങ്ങളിൽ ഉപദേശം വേണമെങ്കിൽ രാഷ്ട്രപതി ചോദിക്കുക സുപ്രീം കോടതിയോടാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 143 143 അല്ലെ 143 ഐ ലവ് യുന്റെ ഇതല്ലേ കോഡല്ലേ 143 എന്ന് പറയുന്നത്. നമ്മുടെ നിറം സിനിമയിലൊക്കെ പറയാറില്ലേ ഇല്ലേ നിറം സിനിമയിലല്ലേ അങ്ങനെ പറയുന്നത്. അപ്പൊ ആ 143 എന്ന് ഓർത്താൽ മതി. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 143 ആണ്. അപ്പൊ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അധികാരങ്ങളുണ്ട്? പൊതുമാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്, ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള അധികാരങ്ങളുണ്ട്, പട്ടാള കോടതികൾ വിധിച്ച കേസിൽ വരെ ശിക്ഷയിൽ ഇളവ് നൽകാനും മാപ്പ് നൽകാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അത് ഗവർണർക്കില്ല എന്നും കൂടി ഓർത്തിരിക്കുക. അതേപോലെ തന്നെ സുപ്രീം കോടതിയിലെ ആണെങ്കിലും ഹൈക്കോടതിയിലെ ആണെങ്കിലും ചീഫ് ജസ്റ്റിസുമാരെയും ബാക്കി ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 143 പ്രകാരം ഏതൊരു ഇതിലും അവസരത്തിലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും ഉപദേശം തേടാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം തേടാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ മിലിറ്ററി പരമായിട്ടുള്ള അധികാരങ്ങൾ നമുക്കറിയാം. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ അല്ലെ, എല്ലാ സൈന്യത്തിന്റെയും അധിപനാണ്, സർവ്വ സൈന്യാധിപൻ എന്നാണ് രാഷ്ട്രപതി അറിയപ്പെടുന്നത്. കരസേനയാണെങ്കിലും വ്യോമസേനയാണെന്നുണ്ടെങ്കിലും മറ്റേ നാവികസേനയാണെങ്കിലും 3 സേനകളുടെയും തലവനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഈ 3 സേനകളുടെ തലവന്മാരെയും നിയമിക്കുന്നത് ആരാണ്? ഇതിന്റെ 3 സേനകളുടെയും തലവന്മാരെ നിയമിക്കുന്നതും രാഷ്ട്രപതി തന്നെയാണ് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും. കരസേനയുടെ ആണെങ്കിലും വ്യോമസേനയുടെ ആണെങ്കിലും നമ്മുടെ നാവികസേനയുടെ ആണെങ്കിലും തലവന്മാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അതേപോലെ തന്നെ യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുന്നത് പാർലമെന്റിന്റെ അനുമതിയോടുകൂടി, വെറുതെ പോയി ചുമ്മാ പോയിട്ട് ഞാനൊരു യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പറ്റില്ല. പാർലമെന്റിന്റെ അനുമതിയോടുകൂടി യുദ്ധം പ്രഖ്യാപിക്കുന്നതും രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ സമാധാന കരാറുകളിലെല്ലാം ഒപ്പുവെക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും ഒപ്പുവെക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്? മിലിറ്ററി പരമായിട്ടുള്ള അധികാരങ്ങളാണ് അല്ലെ. സർവ്വ സൈന്യാധിപൻ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ സേനകളുടെയും അധിപനാണ്. ഇനി എല്ലാ സേനകളുടെയും തലവന്മാരെ നിയമിക്കുന്നതും രാഷ്ട്രപതി തന്നെയാണ്. പാർലമെന്റിന്റെ അനുമതിയോടുകൂടി യുദ്ധം പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി യുദ്ധം വരുന്ന സമയത്ത് എമർജൻസി പ്രഖ്യാപിക്കുന്നത് അല്ലെ, എമർജൻസി 3 തരം എമർജൻസി പ്രഖ്യാപിക്കുന്നതും ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിലും പ്രസിഡന്റ് റൂൾ ആണെന്നുണ്ടെങ്കിലും സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെങ്കിലും 3 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. നമ്മൾ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ എല്ലാ കാര്യങ്ങളും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊരു ചോദ്യം അടിയന്തരാവസ്ഥയിൽ നിന്ന് വരില്ല. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ പുറത്തെ രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും കരാറിൽ ഏർപ്പെടാണെന്ന് വെക്കാം. എന്ത് കരാറാണെങ്കിലും അത് രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും ആ കരാർ സൈൻ ചെയ്യുന്നത്. ഇപ്പൊ പോയിട്ട് സൈൻ ചെയ്യുന്നത് ചിലപ്പോൾ വിദേശകാര്യ മന്ത്രി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കും. പക്ഷെ ആ കരാർ എപ്പോഴും ആരുടെ പേരിലായിരിക്കും? രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും നടത്തുന്നത്. അന്താരാഷ്ട്ര ഉടമ്പടികളെല്ലാം തന്നെ നടത്തുന്നത് ആരുടെ പേരിലാണ്? രാഷ്ട്രപതിയുടെ പേരിലാണ്. അതേപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള ഹൈ കമ്മീഷണർമാരെയാണെന്നുണ്ടെങ്കിലും അംബാസിഡർമാരെ ആണെങ്കിലും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അന്താരാഷ്ട്ര കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യനെ പ്രതിനിധാനം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അതാണ് ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വീറ്റോ അധികാരങ്ങൾ എന്താ? 3 തരത്തിലുള്ള വീറ്റോ പവേഴ്സ് ഉണ്ട് അല്ലെ. 3 തരത്തിലുള്ള വീറ്റോ പവേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് എബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ. എബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ. അതിൽ പോക്കറ്റ് വീറ്റോ സസ്പെൻസീവ് വീറ്റോ ആദ്യം പറയാം, പെട്ടെന്ന് എളുപ്പമാണ് പഠിക്കാൻ. പോക്കറ്റ് വീറ്റോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പോക്കറ്റിൽ വെക്കുക അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം, ഒരു നിയമനിർമ്മാണം നടത്തിയിട്ട് അത് പാസ്സാക്കിയിട്ട് പാർലമെന്റ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അയക്കുകയാണ്. പക്ഷെ രാഷ്ട്രപതിക്ക് തോന്നി ഇത് അത്ര നല്ല കാര്യമല്ല, ഇത് വന്നാൽ ശരിയാവൂല എന്ന് രാഷ്ട്രപതിക്ക് തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അത് പാസ്സാക്കാതെയോ തിരിച്ചയക്കാതെ സ്വന്തം കയ്യിൽ കുറച്ചധികം നാളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും. ഇതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. അതായത് അത് തിരിച്ചയക്കുന്നില്ല, നിരസിക്കുന്നില്ല, അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, സ്വന്തം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അതിനാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗ് 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അമെൻമെന്റ് ഭേദഗതി ബില്ല്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ്, അമെൻമെന്റ് ബില്ല്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അമെൻമെന്റ് ബില്ല് അഥവാ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് ആദ്യമായിട്ട് ഗ്യാനി സെയിൽ സിംഗ് ഈ പോക്കറ്റ് വീറ്റോ പ്രയോഗിക്കുന്നത്. 1986 ഈ ബില്ല് വന്നത്. അപ്പോൾ പോക്കറ്റ് വീറ്റോ എന്ന് വെച്ചാൽ പാസ്സാക്കുന്നില്ല, എന്നാൽ അത് തിരിച്ചയക്കുന്നില്ല, അത് സ്വന്തം പോക്കറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഇനി സസ്പെൻസീവ് വീറ്റോ എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും, സസ്പെൻഡ് ചെയ്യുക.
സസ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഡിസ്മിസ് ചെയ്തിട്ടില്ല കേട്ടോ, ഡിസ്മിസ് ചെയ്തിട്ടില്ല, സസ്പെൻഡ് ചെയ്തോളൂ. അതായത് ഒന്ന് നന്നായിട്ട് വാന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ എന്തിനാ കൊടുക്കുക? എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ കോളേജുകളിലൊക്കെ സസ്പെൻഷൻ കൊടുക്കുക എന്തിനാ? നീ ഒന്ന് പോയി നന്നായിട്ട് വാ, കുറച്ച് ദിവസം വീട്ടിൽ പോയി ഇരിക്കും, എന്നിട്ട് നീ നന്നായിട്ട് തിരിച്ചു വന്നാൽ മതിയില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ബില്ലിനെ സസ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചയക്കുകയാണ്. ഇത് അത്ര ശരിയല്ല, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പോരായ്മകളൊക്കെ തിരുത്തിയിട്ട് നിങ്ങൾ രണ്ടാമത് അയക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുന്നതിനാണ് നമ്മൾ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയാം. രണ്ടാമത് ഇത് പോരായ്മകൾ തിരുത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങളോട് കൂടി രാഷ്ട്രപതി തിരിച്ചയക്കുന്നതിനെ നമ്മൾ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയും. ഈ സസ്പെൻസീവ് വീറ്റോക്ക് ചെന്ന ബില്ല് അവർ എങ്ങനെ തിരിച്ചയച്ചാലും അതിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം അല്ലെ. അത് പോരായ്മകളൊക്കെ നികത്തി ഒന്നും കൂടി മെച്ചപ്പെടുത്തി അയച്ചാലും ശരി, ഇല്ല ഒന്നും ചെയ്യാതെ അതേപോലെ തന്നെ തിരിച്ചയച്ചാലും അവിടെ രാഷ്ട്രപതി പിന്നീട് ഒപ്പുവെക്കണം അല്ലെ. ഒരിക്കൽ തിരിച്ചയച്ച ബില്ല് വീണ്ടും അതിന്റെ അംഗീകാരത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഒപ്പുവെക്കാതെ മാർഗമില്ല. ഇനി അബ്സല്യൂട്ട് വീറ്റോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പൂർണ്ണമായിട്ടും നിരസിക്കുന്നതിന്, അബ്സല്യൂട്ട് ആയിട്ട് അല്ലെ, പൂർണ്ണമായിട്ടും നിരസിക്കുന്നതിനാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ബില്ല് നമ്മൾ തിരിച്ചയച്ചു കഴിഞ്ഞാൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഒപ്പുവെക്കാണ്ട് വേറെ നിവർത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കുന്നത് തോന്നും? അബ്സല്യൂട്ട് വീറ്റോ അങ്ങനെ എല്ലാ ബില്ലിലും കയറി നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കില്ല. അബ്സല്യൂട്ട് വീറ്റോ നമ്മൾ പ്രയോഗിക്കുന്നത് ഒന്ന് പ്രൈവറ്റ് ബില്ലിലായിരിക്കണം. പ്രൈവറ്റ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലല്ല പ്രൈവറ്റ് ബില്ല് എന്ന് പറയുന്നത്. ഇപ്പൊ അതല്ലാതെ ബാക്കിയുള്ള MP-മാരുണ്ടല്ലോ, ഇപ്പൊ പ്രതിപക്ഷത്തു നിന്നുള്ള ആൾക്ക് വേണമെന്നുണ്ടെങ്കിലും എന്ത് അവതരിപ്പിക്കാം? ഈ ബില്ല് അവതരിപ്പിക്കാം. ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും അല്ലെ, ഇങ്ങനൊരു നിയമം നമുക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കും. അതിപ്പോ പ്രതിപക്ഷത്തിലെ ഒരു വ്യക്തിക്കാണെങ്കിലും ബില്ല് അവതരിപ്പിക്കാം. ആ ബില്ല് 2 സഭകളും പാസ്സായി കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിയുടെ ഇതിന് അയക്കൂലേ. അങ്ങനെ ഒരു പ്രൈവറ്റ് ബില്ലിന്മേൽ വേണമെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കാം. അതല്ലാതെ പിന്നെ അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കുന്ന കേസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു മന്ത്രിസഭ ബില്ല് അയച്ചു, രാഷ്ട്രപതിയുടെ അധികാരത്തിന് വേണ്ടി അയച്ചു, അംഗീകാരത്തിന് വേണ്ടി അയച്ചു. പക്ഷെ അത് രാഷ്ട്രപതി അംഗീകരിച്ചിട്ടില്ല. അതിനിടയിലാണ് ഒരു ഇലക്ഷൻ നടക്കുന്നതും ആ മന്ത്രിസഭ പോയിട്ട് പുതിയൊരു മന്ത്രിസഭ വരാണെന്ന് വെക്കുക. ഇപ്പൊ നമ്മള് അതായത് BJP ഗവൺമെന്റ് ആണ് നിലവിലുള്ളത്. BJP ഗവൺമെന്റ് ഒരു ബില്ല് പാസ്സാക്കിയിട്ട്, ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ല് എന്നാന്ന് വിചാരിക്കുക നിങ്ങൾ, അത് പാസ്സാക്കിയിട്ട് അവര് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ചു. പക്ഷെ രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ചിട്ടില്ല. ആ സമയത്താണ് ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷനിൽ നമ്മുടെ BJP ഗവൺമെന്റ് പോയിട്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടി വന്നു എന്ന് വിചാരിക്കുക. അതൊക്കെ വെറുതെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. കോൺഗ്രസ് പാർട്ടി വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ കോൺഗ്രസ് പാർട്ടി പറയണ ആ ബില്ല് നിങ്ങൾ പാസ്സാക്കണ്ട, രാഷ്ട്രപതി അത് പാസ്സാക്കണ്ട, അത് നമ്മുടെ BJP ഗവൺമെന്റ് അയച്ചെന്ന ബില്ലല്ല, അത് പാസ്സാക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അത് പാസ്സാക്കാതിരിക്കാൻ സാധിക്കും. അനിശ്ചിത കാലത്തേക്ക് അത് പാസ്സാക്കാതിരിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ 2 കേസിലാണ് ഒരു അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കാൻ ആർക്ക് പറ്റുള്ളൂ? പ്രസിഡന്റിന് പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ അത് പ്രൈവറ്റ് മെമ്പറിന്റെ ബില്ലായിരിക്കണം, പ്രൈവറ്റ് മെമ്പർ ബില്ലായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിസഭ ഇത് അംഗീകാരത്തിന് വേണ്ടി അയച്ചു, പിന്നീട് ആ മന്ത്രിസഭ താഴെ ഇറങ്ങിയിട്ട് മറ്റൊരു മന്ത്രിസഭ വരാണ്. അപ്പൊ ആ മന്ത്രിസഭ പറയുന്നു, മറ്റൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മന്ത്രിസഭ വന്നിട്ട് അവർ പറയാണ് ആ ബില്ല് പാസ്സാക്കണ്ട എന്ന് രാഷ്ട്രപതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അത് അവിടെ എന്ത് പ്രയോഗിക്കാൻ സാധിക്കും? അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഈ 3 വീറ്റോകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് അബ്സല്യൂട്ട് വീറ്റോ, പിന്നൊന്ന് പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ. പക്ഷെ ഇതിന് പുറമെ മറ്റൊരു വീറ്റോ കൂടി ഉണ്ട്, ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത്. അത് നമ്മുടെ രാഷ്ട്രപതിക്ക് ഇല്ലാത്തൊരു വീറ്റോ പവർ ആണ്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു വീറ്റോ പവർ ഇല്ല. ക്വാളിഫൈഡ് വീറ്റോ ഉള്ള മറ്റൊരു പ്രസിഡന്റ് ഉണ്ട്. ആരാന്നറിയോ? നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്. ഈ ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് മടക്കി അയക്കാൻ സാധിക്കില്ല. പിന്നെ ആ ബില്ല് പാസ്സാക്കേണ്ടത് മുമ്പ് പാസ്സാക്കിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വേണം പാസ്സാക്കാൻ. മനസ്സിലായോ? ഈ ബില്ല് ഇപ്പൊ നമ്മളൊരു ബില്ല് വന്നു, പൗരത്വ ഭേദഗതി ബില്ല് തന്നെ വന്നു, രാഷ്ട്രപതി അത് തിരിച്ചയച്ചു എന്ന് വിചാരിക്കാം. പിന്നെ അത് അതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചയക്കാൻ സാധിക്കില്ല. വീണ്ടും അത് അവതരിപ്പിക്കണം. അവതരിപ്പിച്ചിട്ട് വീണ്ടും അതിനേക്കാൾ മുമ്പ് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ലഭിച്ചെങ്കിൽ മാത്രമേ അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അയക്കാൻ സാധിക്കുള്ളൂ. അതിന് ക്വാളിഫിക്കേഷൻ ലഭിക്കണം അല്ലെ, കൂടുതൽ ക്വാളിഫിക്കേഷൻ വേണം, അതായത് കൂടുതൽ പേര് അംഗീകരിക്കണം. അതിനെയാണ് നമ്മൾ ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത്. ക്വാളിഫൈഡ് വീറ്റോ പവർ നമ്മുടെ രാഷ്ട്രപതിക്ക്, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഇല്ല എന്നും കൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ഇത്രയും അധികാരങ്ങളൊക്കെ ആർക്കുണ്ട്? രാഷ്ട്രപതിക്ക് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ അധികാരം, നാമമാത്രമായിട്ടുള്ള അധികാരങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഈ അധികാരങ്ങളെല്ലാം എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ രാഷ്ട്രപതിയുടെ ഇത്തരത്തിലുള്ള നാമമാത്രമായിട്ടുള്ള അധികാരങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിലെ രാജാവിനും ഇതേപോലെ തന്നെയാണ്. എല്ലാത്തിന്റെ പവർ മൂപ്പർക്കാണെങ്കിലും ഒന്നിലും തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല. ആര് തീരുമാനമെടുക്കും? പാർലമെന്റ് എല്ലാം തീരുമാനമെടുക്കും, രാജാവ് അത് നടപ്പിലാക്കും. അതേപോലെ തന്നെയാണ് ഇന്ത്യയിലും പാർലമെന്റ് എല്ലാം തീരുമാനമെടുക്കും, പ്രസിഡന്റ് അത് നടപ്പിലാക്കും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് അല്ലെ. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ഒരു പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? മിനിമം എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണ്ടേ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ? എന്തൊക്കെയാണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ പൗരനായിരിക്കണം, അല്ലെ? വിദേശിയായിട്ടുള്ള ഒരാൾക്ക് വന്നിട്ട് ഇവിടെ ഒരു കാരണവശാലും എന്തിന് മത്സരിക്കാൻ പറ്റില്ല. രാഷ്ട്രപതിയായിട്ടോ പ്രൈം മിനിസ്റ്റർ ആയിട്ടോ ഒന്നും മത്സരിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? 35 വയസ്സ് തികഞ്ഞിരിക്കണം, അല്ലെ? 35 വയസ്സ് തികഞ്ഞാൽ മാത്രമേ രാഷ്ട്രപതിയായിട്ടാണെങ്കിലും ഉപരാഷ്ട്രപതിയായിട്ടാണെങ്കിലും മത്സരിക്കാൻ സാധിക്കുള്ളൂ. രാഷ്ട്രപതി ആണെന്നുണ്ടെങ്കിലും ഉപരാഷ്ട്രപതി ആണെന്നുണ്ടെങ്കിലും എത്ര വയസ്സ് തികഞ്ഞിരിക്കണം? 35 വയസ്സ് തികഞ്ഞിരിക്കണം. അപ്പൊ 35 വയസ്സ് തികഞ്ഞിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള എല്ലാ യോഗ്യതകളും അയാൾക്ക് ഉണ്ടായിരിക്കണം. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ കീഴിൽ ആദായകരമായിട്ടുള്ള ഒരു പദവികളും വഹിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പദവികൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് റിസൈൻ ചെയ്യണം, അല്ലെ? അപ്പൊ 4 കണ്ടീഷനാണ്. ഒന്നാമത്തെ കണ്ടീഷൻ ഇന്ത്യൻ പൗരനായിരിക്കണം, നമുക്കറിയാം. രണ്ടാമത്തെ കണ്ടീഷൻ 35 വയസ്സ് തികഞ്ഞിരിക്കണം, അതും നമുക്കറിയാം. മൂന്നാമത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കുക, ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായം കറ്റുന്ന പദവികളൊന്നും തന്നെ വഹിക്കാൻ പാടില്ല അയാള്. അപ്പൊ ഈ 4 കണ്ടീഷനാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇനി അടുത്തത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അല്ലെ? നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ കോളേജ് വഴിയാണ് നടക്കുന്നത്. അപ്പൊ ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഇലക്ട്രൽ കോളേജ്, ഇലക്ഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇലക്ഷൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പല്ലേ. അപ്പൊ ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ, അതായത് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ ഒന്നും തന്നെ ഇതിൽ വരില്ല. രാജ്യസഭയിലാണെങ്കിൽ നമുക്കറിയാം 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്തു വരുന്നുണ്ട്, അല്ലെ? പല മേഖലകളിൽ നിന്നും, കല, സാഹിത്യം, ശാസ്ത്രം, അല്ലെ? ഇതിന്നൊക്കെ എന്താണ്, പല സാമൂഹ്യ സേവനം, ഈ മേഖലകളിൽ നിന്നെല്ലാം തന്നെ 12 വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്തു വരുന്ന ഒരാൾക്കും ഈ ഇലക്ഷനിൽ, അല്ലെ, നമ്മുടെ പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കാൻ പറ്റില്ല. ഓൺലി ആർക്കാണ്? തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രം. അത് ലോകസഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ നിന്നാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക്. അപ്പൊ നിയമസഭ എന്ന് പറഞ്ഞു, അവിടെ അതല്ലാതെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്, അല്ലെ? സമിതികളുണ്ട്. നമുക്കറിയാലോ, ചില സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭ മാത്രമല്ല സമിതി ഉണ്ടെന്നറിയാം. അപ്പൊ അവിടെ സമിതികൾക്ക് ഒരു റോളും ഇല്ല, സഭകൾക്ക് മാത്രമേ ഉള്ളൂ. സമിതികൾ ഇങ്ങോട്ട് വരണ്ട, നിയമനിർമ്മാണ സഭകൾക്ക് മാത്രമേ ഉള്ളൂ. സംസ്ഥാനങ്ങളുടെ കേസ് നോക്കുമ്പോൾ സഭകൾക്ക് മാത്രമേ ഉള്ളൂ, സമിതികൾക്ക് പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അവിടെ രണ്ടോടത്തും എന്താണ്, അവിടെ മുഖ്യമന്ത്രിമാരുണ്ടല്ലേ, അതായത് പുതുച്ചേരിയും അതേപോലെ ഡൽഹിയും. അതുകൊണ്ട് തന്നെ പുതുച്ചേരിയിൽ നിന്നാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും നിയമനിർമ്മാണ സഭകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ്. ഏതൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ്? ലോകസഭയിലാണെങ്കിലും രാജ്യസഭയിലെ ആണെങ്കിലും സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭകളിലെ ആണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കില്ല. നമ്മുടെ സമിതികൾക്ക് പറ്റില്ല എന്ന് ഓർക്കുക. അതേപോലെ തന്നെ പുതുച്ചേരി, ഡൽഹി, ഈ 2 സംസ്ഥാനങ്ങളെ, കാരണം ഇത് രണ്ടും സംസ്ഥാനങ്ങളല്ല, കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി, പുതുച്ചേരി, ഇവിടുത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഇംപീച്ച്മെന്റ്. നമ്മുടെ അമേരിക്കയിൽ നിന്നും US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇംപീച്ച്മെന്റ്, അല്ലെങ്കിൽ രാഷ്ട്രപതിനെ പുറത്താക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്, അല്ലെ? ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 61 ഓർമ്മയില്ലേ? ആർട്ടിക്കിൾ 61 പുറത്താക്കലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അഥവാ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ രാഷ്ട്രപതിയെ പുറത്താക്കുന്നതിനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടനയ്ക്ക് വിധേയമായിട്ടല്ല അദ്ദേഹം. കാരണം ഇപ്പൊ രാഷ്ട്രപതി എന്നല്ല, ഏതൊരു ഭരണത്തലവനാണെന്നുണ്ടെങ്കിലും അവർ എന്ത് പറഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? നമ്മൾ ഈ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്തോളാം, ഡിഫെൻഡ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലേ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എല്ലാ മന്ത്രിമാരും അതെ, സംസ്ഥാന തലത്തിലാണെങ്കിലും കേന്ദ്ര തലത്തിലാണെങ്കിലും ഒക്കെ ഉള്ള മന്ത്രിമാരൊക്കെ ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്തോളാം, ഡിഫെൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെ, സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അത് ലംഘിക്കുക, നമ്മുടെ ഭരണഘടനയെ ലംഘിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അവരെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള, പ്രത്യേകിച്ച് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ ലംഘനം, ഭരണഘടനയ്ക്ക് വിധേയമല്ലാതെ പ്രവർത്തിക്കുക
എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി മറ്റുള്ളവരെ റിമൂവ് ചെയ്യുന്നത് പോലെയല്ല നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയിട്ട് ആരെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പ്രസിഡന്റിനെയും നമ്മൾ ഇംപീച്ച് ചെയ്തിട്ടില്ല, അല്ലെ? അപ്പോൾ ഇതിനെ ഇനി ഇംപീച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ മുൻകൂർ നോട്ടീസ് നൽകണം. എത്ര ദിവസം മുമ്പ്? 14 ദിവസം മുൻപെങ്കിലും മുൻകൂർ നോട്ടീസ് നൽകണം. ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 അംഗങ്ങളുടെ സപ്പോർട്ട് വേണം. ഇത് അവതരിപ്പിക്കണമെങ്കിൽ തന്നെ 1/4 അംഗങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ ഏത് സഭയുടെ 1/4 അംഗങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഏത് സഭയിലാണോ അത് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ലോകസഭയിലാണെങ്കിൽ അത് ലോകസഭയിൽ ഏത് സഭയിൽ വേണമെന്നുണ്ടെങ്കിലും ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ലോകസഭയിൽ ആദ്യം പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. അപ്പൊ ഏത് സഭയാണോ ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരുന്നത് ആ സഭയുടെ 1/4 അംഗങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ 14 ദിവസം മുമ്പ് മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കാം. ഇങ്ങനെ 1/4 അംഗങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു സഭയിൽ, ഇപ്പൊ ലോകസഭയിലാണെന്ന് വിചാരിക്കുക, കൊണ്ടൊന്ന് അവതരിപ്പിച്ചു എങ്കിൽ അവിടെ പിന്നെ ഇത് ചർച്ചയ്ക്ക് വെച്ചിട്ട് അവിടുത്തെ 2/3 അംഗങ്ങൾ ഇത് പാസ്സാക്കണം. 2/3 അംഗങ്ങൾ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് എവിടേക്ക് പോകും? അടുത്ത സഭയിലേക്ക് പോകും, അല്ലെ? അടുത്ത സഭയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് അവർ ചെയ്യുക എന്താന്ന് വെച്ചാൽ ഇതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ നിയോഗിക്കും. ഇങ്ങനെ ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കും. ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് പ്രസിഡന്റിന് ഏത് ജഡ്ജിനെ വേണമെന്നുണ്ടെങ്കിലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈവൻ നമ്മുടെ അറ്റോർണി ജനറലിനെ വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെ എതിർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ, എന്ന് വെച്ചാൽ ഇതിനെതിരെ വാദിക്കാൻ സാധിക്കും. ആരെ വേണമെങ്കിലും പ്രസിഡന്റിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഈ കമ്മിറ്റി ഇത് അന്വേഷിച്ച് ഇതെല്ലാം ശരിയാണ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ അവിടെയും ഇത് പാസ്സാക്കി 2/3 അംഗങ്ങളോട് കൂടി ഇത് പാസ്സാക്കി കഴിഞ്ഞാല് ആരെ പുറത്താക്കും? നമ്മുടെ പ്രസിഡന്റിനെ പുറത്താക്കും. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ എളുപ്പമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത്ര വേഗം കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഇത് നമുക്ക് ഏത് സഭയിൽ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. പക്ഷെ പ്രസന്റ് ചെയ്യണമെങ്കിൽ തന്നെ 1/4 അംഗങ്ങളുടെ സപ്പോർട്ട് വേണം. അതായത് 1/4 അംഗങ്ങളുടെ സപ്പോർട്ടോട് കൂടി വേണം, അല്ലെങ്കിൽ ആ 1/4 അംഗങ്ങൾ സൈൻ ചെയ്തിട്ട് വേണം നോട്ടീസ് വെക്കാൻ, അല്ലെ? അത് 14 ദിവസം മുമ്പ് തന്നെ വെച്ചിരിക്കണം, നോട്ടീസ് നൽകിയിരിക്കണം. ഇനി ഈ നോട്ടീസിന്മേൽ അല്ലെങ്കിൽ ഈ പ്രമേയത്തിന്മേൽ ചർച്ച വെച്ചിട്ട് 2/3 അംഗങ്ങൾ അംഗീകരിക്കണം. അതിനുശേഷമാണ് അടുത്ത സഭയിലേക്ക് പോകുള്ളൂ. അടുത്ത സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു കമ്മിറ്റി വെച്ചിട്ട് ഇത് അന്വേഷിക്കണം. ഇത് അന്വേഷിക്കുന്ന സമയത്ത് ആരെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രപതിക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ, ഇതിനെതിരെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇനി ആ റിപ്പോർട്ടിൽ ഇത് പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ളൊരു റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രം ഇത് വീണ്ടും ചർച്ചയ്ക്ക് വെച്ച് 2/3 അംഗങ്ങൾ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രപതിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് വോട്ട് ചെയ്യുക, അല്ലെ? നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്കൊന്നും തന്നെ വോട്ട് ചെയ്യാൻ അധികാരമില്ല. അതേപോലെ തന്നെ നിയമസഭകളിൽ നിന്നുള്ള, സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ നിന്നുള്ള അംഗങ്ങൾക്കും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ടല്ലേ. എന്നാൽ രാഷ്ട്രപതിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് എല്ലാ അംഗങ്ങൾക്കും, ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ സാധിക്കും. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്ന് മാത്രമല്ല രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിയമസഭകളിലെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്നതും റിമൂവ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ലോകസഭയിലെയും രാജ്യസഭയിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണെങ്കിൽ റിമൂവ് ചെയ്യുന്നതിന് ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതാണ് ഇംപീച്ച്മെന്റ്. പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ വീറ്റോ പവറിനെ കുറിച്ചും ഓർഡിനൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതിന്റെ ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. ഈ ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർഡറാന്ന് ആലോചിച്ചാൽ മതി. ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ ഓർഡർ, നമ്മൾ ഓടുന്നതിന് മുമ്പ് 1 2 3 സ്റ്റാർട്ട് എന്ന് പറയില്ലേ.
ഇല്ലേ, പറയാറില്ല നമ്മൾ ഓടുന്നതിന് മുമ്പ് എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് 1 2 3 സ്റ്റാർട്ട് എന്ന് പറയും അല്ലെ. അപ്പൊ 1 2 3 123 ഓർഡിനൻസിനെ കുറിച്ച് പറയുന്നത്. മനസ്സിലായോ? 123 ഓർഡിനൻസിനെ, അതായത് പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ 123 പറയുന്നത്. ഇനി ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ഗവർണർ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട്, സംസ്ഥാനത്തെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗവർണർ ആണല്ലേ ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. അപ്പൊ ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചിട്ട് ഈ 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടാൽ മതി. അതായത് 213 ആർട്ടിക്കിൾ 213 ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് ആർട്ടിക്കിൾ 123 മറ്റേ നമ്മുടെ ആരാണ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ 213 പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 111 111 വീറ്റോ പവർ. അവിടെ പവർ കാണിക്കുന്നതല്ലേ, നമ്മൾ സാധാരണ ചില വണ്ടികൾക്ക് നമ്പർ കണ്ടിട്ടില്ലേ, ഫാൻസി നമ്പർ കൊടുക്കില്ല, അതെന്താ അതിന്റെ ഒരു പവർ കാണിക്കലാണല്ലോ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ പവർ എന്ന് പറയുമ്പോൾ നല്ല ഫാൻസി നമ്പർ ഒക്കെ എടുത്തിടാ, 111 വീറ്റോ പവർ. അവിടെ പവർ അല്ലേ, രാഷ്ട്രപതിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള പവർ ആണല്ലോ. അപ്പൊ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 111 വീറ്റോ പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വീറ്റോ പവർ എന്ന് പറയുന്നത് പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങളിൽ രാഷ്ട്രപതിക്കുള്ള വീറ്റോ പവർ ആണ് അല്ലെ. ഇതേപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ ഉണ്ടല്ലോ, ഓരോ സംസ്ഥാനത്തെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്ന നിയമങ്ങളിലും രാഷ്ട്രപതിക്ക് വീറ്റോ പവർ പ്രയോഗിക്കാൻ സാധിക്കും. അതായത് ഒന്നില്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കാനോ രാഷ്ട്രപതിക്ക് സാധിക്കും. അതെങ്ങനെ, അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 201 ആർട്ടിക്കിൾ 201 സംസ്ഥാന നിർമ്മാണ സഭകൾ ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ രാഷ്ട്രപതി വീറ്റോ പവർ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അത് നമ്മൾ സാധാരണ ഗവർണർ ആണ് അല്ലെ, സംസ്ഥാനങ്ങളിൽ ഗവർണർ ആണ് നിയമങ്ങൾക്ക് എന്ത് നൽകുക, അംഗീകാരം നൽകുക. പക്ഷെ ഇത് ഗവർണർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് അയച്ചെടുക്കാൻ പറ്റും? രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി നിർദ്ദേശിക്കാം, അല്ലെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് അയക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചയക്കുകയോ ചെയ്യാം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളെ കുറിച്ചാണ് ആർട്ടിക്കിൾ 201 പറയുന്നത്. അപ്പൊ സംസ്ഥാനത്തിന്റെ ബില്ലിന് മേലിൽ രാഷ്ട്രപതി വീറ്റോ പവർ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ 201 തന്നെ എടുത്ത് പറയണം. അപ്പൊ സംസ്ഥാനങ്ങളിൽ നിന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 201 പറയണം. അല്ലാതെ വെറുതെ വീറ്റോ പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 111 പറയേണ്ടത്. പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള മറ്റൊരു ഭാഗമാണ്, അതായത് രാഷ്ട്രപതി ഭവൻ ഉണ്ട്, രാഷ്ട്രപതി നിലയമുണ്ട്, രാഷ്ട്രപതി നിവാസ് ഉണ്ട് അല്ലെ. രാഷ്ട്രപതി ഭവൻ നമുക്കറിയാം, രാഷ്ട്രപതി എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് അല്ലെ രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത്. ഈ രാഷ്ട്രപതി ഭവൻ ആരാണ് പണി കഴിപ്പിച്ചതെന്ന് ചോദിക്കാറുണ്ട്. രാഷ്ട്രപതി ഭവൻ പണി കഴിപ്പിച്ചത് എഡ്വിൻ ലൂട്ടീൻസ് ആണ്. രാഷ്ട്രപതി ഭവൻ പണി കഴിപ്പിച്ചത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ്, ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആദ്യത്തെ പേരെന്ന് പറയുന്നത് വൈറ്റ് റീഗൽ പാലസ് അഥവാ വൈസ്രോയ് പാലസ്. വൈസ്രോയിമാരല്ല അവിടെ നിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈസ്രോയ് ഹൗസ് അല്ലെങ്കിൽ വൈറ്റ് റീഗൽ പാലസ് എന്നൊക്കെ പറയുന്നത് ഈ രാഷ്ട്രപതി ഭവനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇത് 1912 പണി തുടങ്ങിയിട്ട് 1929 ആയപ്പോഴേ പണി തീർന്നിട്ടുള്ളൂ. ഇതിൽ ആദ്യം താമസിച്ച വ്യക്തി എന്ന് പറയുന്നത് ലോർഡ് ഇർവിൻ പ്രഭുവാണ് ഇതിൽ ആദ്യം താമസിച്ചത്. പക്ഷെ ആദ്യമായിട്ട് താമസിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സി രാജഗോപാലാചാര്യാണ് ആദ്യമായിട്ട്. നിങ്ങൾക്ക് അപ്പൊ തോന്നും അല്ലെ രാജേന്ദ്ര പ്രസാദ് ആയിരിക്കും തോന്നും, കാരണം ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണല്ലോ. പക്ഷെ രാജേന്ദ്ര പ്രസാദ് അല്ല, ഈ നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ, ഇന്നത്തെ രാഷ്ട്രപതി ഭവൻ അല്ലെങ്കിൽ മുമ്പത്തെ വൈറ്റ് റീഗൽ പാലസ്, അതിൽ താമസിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി എന്ന് പറയുന്നത് സി രാജഗോപാല ആചാര്യാണ്. പിന്നെ ഇതിൽ തന്നെയാണ് മുഗൾ ഗാർഡൻ ഉള്ളത് അല്ലെ. മുഗൾ ഗാർഡന്റെ ഇപ്പോഴത്തെ പേര് മാറ്റിയിട്ടുണ്ടല്ലോ, എന്താണ്? അമൃത ഉദ്യാൻ അല്ലെ. മുഗൾ ഗാർഡന്റെ പേര് മാറ്റിയിട്ട് ഇപ്പൊ അമൃത് ഉദ്യാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ, ആസ്ഥാനം ന്യൂഡൽഹിയാണ്. രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടീൻസ് ആണ്. വൈറ്റ് റീഗൽ പാലസ്, വൈസ്രോയ് ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. ഇതിൽ ആദ്യം താമസിച്ച വ്യക്തി ലോർഡ് ഇർവിൻ പ്രഭുവാണ്. എന്നാൽ ഇതിൽ ആദ്യം താമസിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ സി രാജഗോപാലാചാര്യാണ്. അടുത്തത് രാഷ്ട്രപതി നിലയം അല്ലെ. രാഷ്ട്രപതി നിലയം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നിലത്താണ്. നിലത്തെന്ന് വെച്ചാൽ താഴ്ഭാഗം അല്ലെ, നിലത്ത് എന്ന് പറയുന്നത് താഴില്ല. അപ്പൊ ഇന്ത്യയുടെ താഴ്ഭാഗം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയാണ് അല്ലെ. ഇന്ത്യയുടെ താഴ്ഭാഗം ദക്ഷിണേന്ത്യയല്ല. അപ്പൊ നിലത്ത് എന്താണ് നമ്മുടെ രാഷ്ട്രപതി നിലയം എന്ന് പറയുമ്പോൾ നിലത്തെന്ന് ഓർക്കാം. അപ്പൊ നിലയം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ദക്ഷിണേന്ത്യയിലാണ് വരുന്നത്. ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് അല്ലെ. ദക്ഷിണേന്ത്യയിലെ വസതിയാണ്
എന്തെന്ന് പറയുന്നത് രാഷ്ട്രപതി നിലയം എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ് ഇതുള്ളത്. ഹൈദരാബാദ് നിസാമാണ്, നിസാമെന്നും നൈസാം എന്നൊക്കെ പറയാറുണ്ട്, അദ്ദേഹമാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇതേപോലെ തന്നെ രാഷ്ട്രപതി നിവാസ് ഉണ്ട്. രാഷ്ട്രപതി നിവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിംലയിലാണ്. നമ്മൾ ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണല്ലേ ഷിംല. അപ്പൊ അതായത് വേനൽക്കാലം വരുന്ന സമയത്ത് നമ്മുടെ ന്യൂഡൽഹിയിലൊക്കെ ഭയങ്കര ചൂടായിരിക്കില്ലേ, അപ്പൊ അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ഷിംലയിലേക്ക് പോകുന്ന ഓർത്താൽ മതി. അപ്പൊ അതെന്താണ്, വേനൽക്കാല വസതിയാണ്. വേനൽക്കാലത്ത് അങ്ങോട്ട് പോകും. അപ്പൊ വേനൽക്കാല വസതിയാണ്, രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയാണ് രാഷ്ട്രപതി നിവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് വൈറ്റ് റീഗൽ ലോഡ്ജ് എന്ന് പറയും. മറ്റേത് വൈറ്റ് റീഗൽ പാലസ് ആയിരുന്നു, ഇത് വൈറ്റ് റീഗൽ ലോഡ്ജ് എന്ന് പറയുന്നത് രാഷ്ട്രപതി നിവാസാണ്. അപ്പൊ രാഷ്ട്രപതി നിലയം മാർക്ക് ചെയ്ത്, രാഷ്ട്രപതി നിലയം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലാണ്, നിലത്ത് അല്ലെ, ദക്ഷിണേന്ത്യയിലെ വസതിയാണ് രാഷ്ട്രപതി നിലയം എന്ന് പറയുന്നത്. ഹൈദരാബാദിലാണ് പണി കഴിപ്പിച്ചത്, ഹൈദരാബാദ് നൈസാമാണ്. രാഷ്ട്രപതി നിവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷിംലയിലാണ്, വേനൽക്കാല വസതി എന്നാണ് അറിയപ്പെടുന്നത്, വൈറ്റ് റീഗൽ ലോഡ്ജ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പിന്നെ രാഷ്ട്രപതിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് PSC ബുള്ളറ്റിൻ 65-ാം വിശേഷാൽ പതിപ്പിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് പറയാനുള്ളത്. അതും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങളും കൂടി അതിലുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് ഒരുമിച്ച് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോസ് കാണുമ്പോൾ പലർക്കും അത് കാണാൻ മടിയാണ്. അത് ഒരു സ്വാഭാവികമായിട്ടുള്ള അല്ലെ, മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണത്. എനിക്കും അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് വലിയ ലെങ്ത് ഉള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറുത് മതി എന്ന് തോന്നും. പെട്ടെന്ന് കണ്ട് അവസാനിപ്പിക്കാലോ, പെട്ടെന്ന് അവസാനിപ്പിക്കാലോ എന്ന് തോന്നും. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും എൻ്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. പോരായ്മകൾ മാത്രമല്ല, നിങ്ങളുടെ സ്നേഹങ്ങളാണെങ്കിലും നിങ്ങൾ എന്തുണ്ടെങ്കിലും, നിങ്ങളുടെ അഭിപ്രായങ്ങളാണെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റിൽ കൂടി അറിയിക്കുക. നിങ്ങളുടെ കമന്റ് വായിക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. കാരണം പലരുടെയും സ്നേഹം തിരിച്ചറിയുന്ന കമന്റിൽ കൂടിയാണ്. കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായിക്കൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് വന്നു. ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അല്ലെ, ഇങ്ങനെ ഞാൻ നമ്പറൊന്നും എവിടെയും നൽകിയിട്ടില്ല. അപ്പൊ ആ നമ്പർ കണ്ടുപിടിച്ച് എനിക്കത് വാട്സപ്പ് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ വലിയ സന്തോഷമായിരുന്നു. ആ സന്തോഷമൊന്നും നമുക്ക് ജീവിതത്തിൽ മറ്റെവിടെയും കിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പൊ ഒരുപാട് നന്ദി നിങ്ങളുടെ സ്നേഹത്തിന്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.